ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇല്ലുമിനേഷനിലെ 4ാമത്തെ ക്ലാസ്സാണ്. അതിൽ ടൈപ്സ് ഓഫ് ലാമ്പിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്നും അതിൽ നമ്മൾ ഗ്യാസ് ഡിസ്ചാർജ് ലാമ്പ് എന്താണെന്ന് പറയുന്നുണ്ട്. അതുപോലെ അതിൽ ഈ ഗ്യാസ് ഡിസ്ചാർജ് ലാമ്പിൽ ഫ്ലൂറസെൻ്റ് ലാമ്പിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒബ്ജക്റ്റീവ്സ് നോക്കാം. ദി എൻഡ് ഓഫ് ദിസ് ക്ലാസ് ട്രെയിനിങ് ഷാൾ ബി ഏബിൾ ടു സ്റ്റേറ്റ് ദി പ്രിൻസിപ്പിൾ ഓഫ് ഡിസ്ചാർജ് ലാമ്പ്. ഡിസ്ചാർജ് ലാമ്പിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളതാണ് ആദ്യം പറയണത്. അത് കഴിഞ്ഞിട്ട് ഡിസ്ക്രൈബ് ദി കൺസ്ട്രക്ഷൻ ഓഫ് സിംഗിൾ ട്യൂബ് ഫ്ലൂറസെൻ്റ് ലാമ്പ് വിത്ത് ദി ഇറ്റ്സ് കമ്പൗണ്ട്. സിംഗിൾ ട്യൂബ് ഫ്ലൂറസെൻ്റ് ലാമ്പിൻ്റെ കൺസ്ട്രക്ഷനും അതിൻ്റെ വർക്കിങ്ങും അതിൻ്റെ കമ്പൗണ്ടുകളും ഓരോ കമ്പൗണ്ടുകളും. സ്റ്റേറ്റ് ദി ഫംഗ്ഷൻ ഓഫ് ഈച്ച് കമ്പൗണ്ട് ഇൻ ദ സർക്യൂട്ട്. ഓരോ കമ്പൗണ്ടിൻ്റെയും ഫംഗ്ഷൻ എന്തൊക്കെയാണ് എന്ന കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നു. അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ CFL ലാമ്പ്, കോമ്പാക്റ്റ് ഫ്ലൂറസെൻ്റ് ലാമ്പ്. ഈ ട്യൂബ് ഫ്ലൂറസെൻ്റ് ട്യൂബില്ലേ, അതുപോലെ തന്നെ കോമ്പാക്റ്റ് ഫ്ലൂറസെൻ്റ് ലാമ്പ്. കോമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ കൊണ്ടടക്കാൻ പറ്റണേ. അപ്പോൾ CFLനെ കുറിച്ചും നമ്മൾ ചെറിയ തോതിൽ. അപ്പോൾ നമുക്ക് നോക്കാം. ടൈപ്സ് ഓഫ് ലാമ്പ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചു. ഇലക്ട്രിക് ലാമ്പുകളെ 3ആയിട്ട്. ഫിലമെൻറ്റ് ലാമ്പാണ്. ഇതിന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു കാർബണും മെറ്റലും. ഇനി നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഡിസ്ചാർജ് ലാമ്പാണ്. ഇതിൽ കോൾഡ് കാഥോഡും ഹോട്ട് കാഥോഡും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. നോക്കാം. അപ്പോൾ ഗ്യാസ് ഡിസ്ചാർജ് ലാമ്പിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ്, ബേസിക് പ്രിൻസിപ്പിൾ എന്ന് നമുക്ക് നോക്കാം. ഇത് നോക്കുക. ഗ്യാസസ് ആർ പോർ കണ്ടക്ടർ അറ്റ് നോർമൽ ആൻഡ് ഹൈ പ്രഷർ. നോർമൽ അല്ലെങ്കിൽ ഹൈ പ്രഷറിൽ ഗ്യാസിലൂടെ കറണ്ട് കണ്ടക്ട് ചെയ്യില്ല. നല്ലൊരു കണ്ടക്ടർ അല്ല ഗ്യാസ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കുക. നമ്മൾ ഈ സീൽഡ് കണ്ടെയ്നറിൽ അല്ലെ ഒരു സീൽഡ് ചെയ്തതിൽ നമ്മളെന്താണ് ഒരു ലോ പ്രഷർ ഗ്യാസ് നിറച്ചിട്ടുണ്ട്. 2 കാഥോഡ് എന്നാണ് ടെർമിനലുകൾ. ഇപ്പുറത്ത് 2 ഇലക്ട്രോഡുകൾ. 2 ഇലക്ട്രോഡുകളാണ്. ഈ 2 ഇലക്ട്രോഡുകൾ ഇതിൻ്റെ 2 എൻഡിലും കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണ് ഇതിൽ നമ്മൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇതിന് ഗ്യാസ് ഉണ്ട്. ഗ്യാസിൽ ഇതിൽ നമ്മൾ സാധാ ഒരു 240 വോൾട്ട് കൊടുത്താൽ എന്ത് ചെയ്യില്ല, ഇതിലൂടെ കറണ്ട് കടത്തി വിടൂല. എന്താണ് നോർമൽ ഹൈ പ്രഷറിൽ എന്താണ് നല്ലൊരു കണ്ടക്ടർ അല്ല. അതുകൊണ്ട് തന്നെ ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യൂല. എന്നാൽ ബട്ട് അപ്ലിക്കേഷൻ ഓഫ് ഹൈ ഇഗ്നീഷൻ വോൾട്ടേജ് ബിറ്റ്വീൻ 2 ഇലക്ട്രോഡ്. ഈ 2 ഇലക്ട്രോഡിനും ഇടയ്ക്ക് നമ്മൾ ഹൈ വോൾട്ടേജ്, ഒരു ഇഗ്നീഷൻ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ തുടങ്ങാൻ വേണ്ട തുടക്കത്തിൽ നമ്മൾ ഹൈ വോൾട്ടേജ് കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഈ ലോ പ്രഷർ ഗ്യാസാണ് നമ്മൾ നിറക്കേണ്ടത്. ആ ലോ പ്രഷറിൽ എന്താണ് ഒരു ഹൈ വോൾട്ടേജ് ഇഗ്നീഷൻ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ തുടക്കത്തിലൊരു ഹൈ വോൾട്ടേജ് നമ്മളിതിൽ ഇടയ്ക്ക് ഈ 2 ഇലക്ട്രോഡുകൾക്ക് ഇടയ്ക്ക് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, അയോണൈസേഴ്സ് ദ ഗ്യാസ്. ഇതിൻ്റെ ഉള്ളിലുള്ള ഗ്യാസ് എന്ത് ചെയ്യും, അയോണൈസേഷൻ സംഭവിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ആൻഡ് കറണ്ട് പാസ് ത്രൂ ദ ഗ്യാസ് മീഡിയം. ഈ ഗ്യാസ് മീഡിയത്തിലൂടെ എന്ത് ചെയ്യും, കറണ്ട് പാസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ സാധാരണയിൽ എന്ത് ചെയ്യില്ല, ഇതിലൂടെ സാധാരണ വോൾട്ടേജ് കൊടുത്താൽ ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യില്ല. ഇനി നമ്മൾ ഇതിനിടയ്ക്ക് ഒരു ഇഗ്നീഷൻ വോൾട്ടേജ് എന്നാൽ സ്റ്റാർട്ടിങ്സ് കിട്ടുന്നതിന് വേണ്ടി ഒരു ഹൈ വോൾട്ടേജ് നമ്മൾ കൊടുത്താൽ, ഹൈ വോൾട്ടേജ് നമ്മൾ ഇതിനിടയ്ക്ക് അപ്ലൈ ചെയ്താൽ എന്ത് ചെയ്യും, ഇതിൽ ഗ്യാസിൽ അയോണൈസ് ചെയ്യും. അയോണൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, കറണ്ട് പാസ് ഈ ഗ്യാസിൻ്റെ മീഡിയത്തിലൂടെ കറണ്ട് പാസ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ കറണ്ട് പാസ് ചെയ്താൽ ഒരു പ്രാവശ്യം കണ്ടക്ഷൻ സ്റ്റാർട്ട് ചെയ്താൽ ഈ അയോണൈസേഷൻ തുടങ്ങിയിട്ട് എന്ത് ചെയ്യും, ഒരു പ്രാവശ്യം കറണ്ട് കണ്ടക്ഷൻ തുടങ്ങിയാൽ എന്ത് ചെയ്യും, റെസിസ്റ്റൻസ് ഇൻ ദ സർക്യൂട്ട് ഡ്രോപ്പ് റാപ്പിഡ്ലി. ഈ സർക്യൂട്ടിൻ്റെ എന്ത് ചെയ്യും, റെസിസ്റ്റൻസ് വളരെ കുറവ്, പെട്ടെന്ന് എന്ത് ചെയ്യും, റെസിസ്റ്റൻസ് കുറയും. ഇതിലൂടെ കറണ്ട് കണ്ടക്ഷൻ തുടങ്ങിയാൽ എന്ത് ചെയ്യും, പിന്നെ അതിൻ്റെ റെസിസ്റ്റൻസ് വളരെ കുറയും. അപ്പോൾ ആ റെസിസ്റ്റൻസ് കുറയുമ്പോൾ എന്ത് ചെയ്യും, കറണ്ടിൻ്റെ അളവ് കൂടും അല്ലേ. അപ്പോൾ ആ കറണ്ടിൻ്റെ അളവ് കൂടുന്നത് ലിമിറ്റ് ചെയ്യുന്നതിന് വേണ്ടി, ടു ലിമിറ്റ് ദി കറണ്ട് ഡ്യൂ ടു ലോ റെസിസ്റ്റൻസ് ലോ റെസിസ്റ്റൻസ് കാരണമായിട്ട് ഈ കറണ്ട് കൂടുന്നു നമ്മൾ പറഞ്ഞു. ആ കറണ്ട് കൂടുന്നതിനെ ലിമിറ്റ് ചെയ്യാനും വേണ്ടി എന്ത് ചെയ്യണം, ഒരു ഡിവൈസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ നോക്കുക, ഗ്യാസ് ഡിസ്ചാർജ് ലാമ്പിൽ നമ്മൾ പറഞ്ഞു സാധാരണ വോൾട്ടേജ് ഇതിനിടയ്ക്ക് കൊടുത്താൽ എന്ത് ചെയ്യില്ല, ഇത് വർക്ക് ചെയ്യില്ല. അപ്പോൾ ഒരു എന്ത് വേണം, സ്റ്റാർട്ടിങ് സമയത്ത് ഒരു ഹൈ വോൾട്ടേജ് നമ്മൾ ഇതിനിടയ്ക്ക് കൊടുക്കണം. ആ ഹൈ വോൾട്ടേജ് കൊടുത്താൽ എന്ത് ചെയ്യും, ഇതിലൂടെ ഈ ഗ്യാസിൽ അയോണൈസേഷൻ സംഭവിച്ചിട്ട് ഇതിലൂടെ കറണ്ട് കണ്ടക്ഷൻ തുടങ്ങും. അങ്ങനെ കറണ്ട് കണ്ടക്ഷൻ ഒരിക്കൽ തുടങ്ങിയാൽ എന്ത് ചെയ്യും, ഇതിൻ്റെ റെസിസ്റ്റൻസ് വളരെ കുറയും. റെസിസ്റ്റൻസ് കുറയുമ്പോൾ എന്ത് ചെയ്യും, ഹൈ കറണ്ട് ഫ്ലോ ചെയ്യും. ആ ഹൈ കറണ്ട് ഫ്ലോ ചെയ്യുന്നതിന് തടയുന്നതിന് വേണ്ടി ഇത് നോക്കുക, ഇഗ്നീഷൻ വോൾട്ടേജ് മാത്രം തുടക്കത്തിൽ മാത്രം ഹൈ വോൾട്ടേജ് മതി അല്ലേ. പിന്നെ റെസിസ്റ്റൻസ് കുറയുമ്പോൾ എന്താണ് ലോ വോൾട്ടേജ് മതി. നമുക്ക് 240 വോൾട്ട് തന്നെ വേണ്ട. പിന്നെ
ലോ വോൾട്ടേജ് മതി. അപ്പോൾ ഈ ഹൈ കറണ്ട് തടയുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, എന്തെങ്കിലും ഒരു ഡിവൈസ് ഇതിൽ കൊടുക്കുകയും വേണം. എങ്ങനെ, എപ്പോൾ, ഇതിലൂടെ കറണ്ട് കണ്ടക്ഷൻ തുടങ്ങിയാൽ എന്ത് ചെയ്യും, ഇതിൻ്റെ റെസിസ്റ്റൻസ് കുറയും. റെസിസ്റ്റൻസ് കുറയുമ്പോൾ ഒരു ഹൈ കറണ്ട് ഫ്ലോയിന് തടയാൻ ഒരു ഡിവൈസ് നമ്മൾ കൊടുക്കുകയും വേണം. ഈ പറയുന്ന കാര്യങ്ങൾ ഇനി ഇങ്ങനെ കറണ്ട് കണ്ടക്ഷൻ തുടങ്ങിയാൽ അല്ലെ, ഈ കറണ്ട് ഇതിലൂടെയുള്ള ഈ ലോ പ്രഷർ ഗ്യാസിലൂടെയുള്ള കറണ്ടിനെ നമ്മൾ എന്ത് ചെയ്യും, കാൾഡ് ഡിസ്ചാർജ്. അതിനെ നമ്മൾ എന്ത് ചെയ്യും, ദി കറണ്ട് ത്രൂ ദ ലോ പ്രഷർ ഗ്യാസ് ഈസ് കാൾഡ് ഡിസ്ചാർജ്. ഈ ലോ പ്രഷർ ഗ്യാസിലൂടെയുള്ള ഈ കറണ്ട് കണ്ടക്ഷനെയാണ് നമ്മൾ എന്ത് പറയുക, ഡിസ്ചാർജ് എന്ന് പറയുക. അതുകൊണ്ടാണ് ഇതിനെ ഡിസ്ചാർജ്, ഗ്യാസ് ഡിസ്ചാർജ് ലാമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഒരു പ്രാവശ്യം കറണ്ട് കണ്ടക്ഷൻ അവിടെ തുടങ്ങി അല്ലേ, തുടങ്ങുമ്പോൾ ഇതിലൂടെ കറണ്ട് കണ്ടക്ഷൻ തുടങ്ങിയാൽ എന്ത് ചെയ്യും, ഇത് ഈ ഗ്യാസ്, ഇതിനുള്ളിലുള്ള ഗ്യാസ് വേപ്പർ ടു എമിറ്റ് റേഡിയേഷൻ ഇൻ ദി അൾട്രാ വയലറ്റ് റീജിയൻ. ഇതിലുണ്ടാണ് റേഡിയേഷൻ. ഇതിലൂടെ പിന്നെ ഇലക്ട്രോൺസ് ഫ്ലോ തുടങ്ങുമ്പോൾ ഇതിൽ നമ്മൾ നിറച്ച ഗ്യാസുമായിട്ട് ഇതിൻ്റെ ഇലക്ട്രോണായിട്ട് കൂട്ടിമുട്ടിയിട്ട് എന്തുണ്ടാവും, ഉണ്ടാവുന്ന ലൈറ്റ് അല്ലെ, റേഡിയേഷൻ എന്തായിരിക്കും, അൾട്രാ വയലറ്റ് റീജിയനിലുള്ള റേഡിയേഷൻ ആയിരിക്കും. അത് നമ്മുടെ കണ്ണിന് കാണാൻ പറ്റുമോ? കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചാണ്. അൾട്രാ വയലറ്റ് റേഡിയേഷൻ കനോട്ട് ബി പെർസീവ്ഡ് ഹ്യൂമൻ ഐ. മനുഷ്യൻ്റെ കണ്ണിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ അൾട്രാ വയലറ്റ് റേഡിയേഷൻ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ആ അൾട്രാ വയലറ്റ് റേഡിയേഷനെ കാണുന്നതിന് വേണ്ടി നമ്മൾ ഒരു സാധനം കൊടുക്കും. അതിനാണ് ഫോസ്ഫേഴ്സ് എന്ന് പറയുക. അതാണ് ഫ്ലൂറസെൻ്റ് മെറ്റീരിയൽ ആയ ഫോസ്ഫേഴ്സ് നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ ട്യൂബിൽ, ഇതിൻ്റെ എന്താണ് ഗ്ലാസിൻ്റെ പുറമെ നമ്മൾ മുഴുവനായിട്ടും എന്ത് ചെയ്യും, ഈ ഫോസ്ഫേഴ്സ് പൂശും. അതിൻ്റെ പിന്നെ ഫോസ്ഫേഴ്സിൻ്റെ പ്രത്യേകത എന്താണ്, പ്രോപ്പർട്ടി ഓഫ് എമിറ്റിംഗ് ലൈറ്റ് ഇൻ ദി വിസിബിൾ സ്പെക്ട്രം വെൻ ഇറ്റ് ഈസ് എക്സ്പോസ്ഡ് ടു UV റൈസ്. അൾട്രാ വയലറ്റ് രശ്മികൾ ഇതിൽ വന്ന് പതിക്കുമ്പോൾ എന്ത്, ഈ ഫോസ്ഫേഴ്സിൽ വന്ന് പതിക്കുമ്പോൾ എന്ത് ചെയ്യും, ഇത് വിസിബിൾ ആയിട്ട് നമ്മുടെ കണ്ണിന് കാണാൻ പറ്റിയ വിസിബിൾ ലൈറ്റായിട്ട് എന്ത് ചെയ്യും, ഇത് മാറ്റും. ഏത്, ഈ ഫോസ്ഫേഴ്സ്. അപ്പോൾ അൾട്രാ വയലറ്റ് രശ്മികൾ ഇതിൽ വന്ന് പതിച്ചാൽ എന്ത് ചെയ്യും, ഇത് വിസിബിൾ ലൈറ്റായിട്ട് മാറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. ഇനി എന്താണ് ടൈപ്സ് ഓഫ് ഇലക്ട്രിക് ഗ്യാസ് ഡിസ്ചാർജ് ലാമ്പിൻ്റെ ടൈപ്പുകൾ ഏതൊക്കെയാണ്? അത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഏതൊക്കെയാണ്? ഒന്ന് കോൾഡ് കാഥോഡ് ലാമ്പ്. ഈ കോൾഡ് കാഥോഡ് ലാമ്പ് എന്ന് പറഞ്ഞാൽ, കോൾഡ് എന്ന് പറഞ്ഞാൽ തണുത്ത് എന്ന്. അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇതിന് എന്താണ്, ഈ ഇലക്ട്രോഡ്, കാഥോഡ് എന്നാണ് അതിന് പറയുക. ആ ഇലക്ട്രോഡിനെ സ്റ്റാർട്ടിങ് സമയത്ത് ഹീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഫിലമെൻറ്റിൻ്റെ ആവശ്യമില്ലാത്ത ലാമ്പുകളാണ് കോൾഡ് കാഥോഡ് ലാമ്പ്. ഇതിൻ്റെ കാഥോഡ് അല്ലെങ്കിൽ ഇലക്ട്രോഡിനെ സ്റ്റാർട്ടിങ് സമയത്ത് ഹീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഫിലമെൻറ്റിൻ്റെ ആവശ്യമില്ല. അങ്ങനത്തെ ലാമ്പുകളാണ് കോൾഡ് കാഥോഡ് ലാമ്പ് എന്ന് പറയാം. എന്നാൽ ഹോട്ട് കാഥോഡ് ലാമ്പോ, ഈ ദിസ് ടൈപ്പ് ഓഫ് ഫിലമെൻറ്റ് ഈസ് പ്രൊവൈഡ് ഫോർ ഹീറ്റിംഗ് ദി മെയിൻ ഇലക്ട്രോഡായ കാഥോഡിനെ സ്റ്റാർട്ടിങ് സമയത്ത് ചൂടാക്കുന്നതിന് വേണ്ടി ഫിലമെൻ്റ് ആവശ്യമായ ലാമ്പുകളെയാണ് നമ്മൾ ഹോട്ട് കാഥോഡ് ലാമ്പ് എന്ന് പറയാം. അപ്പോൾ കോൾഡ് കാഥോഡ് ലാമ്പും ഹോട്ട് കാഥോഡ് ലാമ്പുള്ള വ്യത്യാസം, ഒന്നിൽ ചൂടാക്കുന്നതിന് ഫിലമെൻറ്റ് വേണം, ഒന്നിൽ ചൂടാക്കുന്നതിന് ഫിലമെൻറ്റ് വേണ്ട. ഫിലമെൻറ്റ് വേണ്ടാത്തതിനെ കോൾഡ് കാഥോഡെന്നും ഈ ചൂടാക്കുന്നതിന് വേണ്ടി ഫിലമെൻറ്റ് വേണ്ടിയതിനെ ഹോട്ട് കാഥോഡെന്നും പറയും. ഇനി ഡിഫറെൻ്റ് ടൈപ്പ് ഗ്യാസ് ഡിസ്ചാർജ് ലാമ്പ്. കോൾഡ് കാഥോഡ് ലാമ്പുകളിൽ നിയോൺ ലാമ്പ്, നിയോൺ സൈൻ ട്യൂബ്, സോഡിയം വേപ്പർ ലാമ്പൊക്കെ കോൾഡ് കാഥോഡ് ലാമ്പാണ്. അപ്പോൾ സോഡിയം വേപ്പറും നിയോണും സോഡിയം ഒക്കെ കോൾഡ് കാഥോഡാണ്. എന്നാൽ ഹോട്ട് കാഥോഡ് എന്ന് പറയുന്നത് മെർക്കുറി വേപ്പർ ലാമ്പുകളാണ് ഹോട്ട് കാഥോഡ്. മെർക്കുറി വേപ്പർ ലാമ്പിൽ എന്താണ്, മീഡിയം പ്രഷറിന് നമ്മൾ മെർക്കുറി വേപ്പർ ലാമ്പ് എന്ന് തന്നെയാണ് പറയുക. എന്നാൽ ഫ്ലൂറസെൻ്റ് ട്യൂബ് അല്ലെ, നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്ന, ഇപ്പോൾ അതൊന്നുമില്ല. ഫ്ലൂറസെൻ്റ് ട്യൂബ് എന്ന് പറയുന്നത് ലോ പ്രഷർ മെർക്കുറി വേപ്പർ ലാമ്പാണ്. ലോ പ്രഷറിലുള്ള മെർക്കുറി വേപ്പർ ലാമ്പിനെ നമ്മൾ ഫ്ലൂറസെൻ്റ് ട്യൂബ്. അപ്പോൾ അതൊക്കെ ഹോട്ട് കാഥോഡ് ലാമ്പുമാണ്. ഇത് ഓർത്ത് വെക്കണം. ചിലപ്പോൾ എക്സാമിന് ചോദിച്ചേക്കാം ഈ കോൾഡ് കാഥോഡ് ലാമ്പിന് ഉദാഹരണം അല്ലെങ്കിൽ ഹോട്ട് കാഥോഡ് ലാമ്പ്. അപ്പോൾ മെർക്കുറി വേപ്പർ ലാമ്പ് അത് ലോ പ്രഷറോ മീഡിയം പ്രഷറോ ഒക്കെ ആണെങ്കിൽ അത് ഹോട്ട് കാഥോഡാണ്. ഇനി സോഡിയോ നിയോണൊക്കെ ആണെങ്കിൽ അത് കോൾഡ് കാഥോഡാണെങ്കിൽ ഓർത്ത് വെക്കുക. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫ്ലൂറസെൻ്റ് ട്യൂബിനെ പറ്റിയാണ്. അത് ലോ പ്രഷർ മെർക്കുറി വേപ്പർ ലാമ്പാണെന്നുള്ളത് ഓർത്ത് വെക്കണം. അപ്പോൾ ഇതിനുള്ളിൽ മെർക്കുറി ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഫ്ലൂറസെൻ്റ് ട്യൂബ് ഇത് ഓർത്ത് വെക്കേണ്ടത് ലോ പ്രഷർ മെർക്കുറി വേപ്പർ ലാമ്പാണ് ഈ ഫ്ലൂറസെൻ്റ് ട്യൂബ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ, ഫ്ലൂറസെൻ്റ് ട്യൂബിൻ്റെ കൺസ്ട്രക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു ഫ്ലൂറസെൻ്റ് ട്യൂബ് അല്ലേ, അതിൻ്റെ ഒരു ബൾബ്, ലൈറ്റ് ബൾബ് അല്ലേ, നീളത്തിലുള്ള ബൾബ് ബേസിക്കലി ഒരു ഗ്ലാസ് ട്യൂബാണ് ഉണ്ടാവുക. ഇത് ഗ്ലാസ് ട്യൂബാണ്. ക്യാപ്ഡ് ബൈ 2 ബേസസ്, 2 ബേസ് അല്ലേ, ഈ 2 ഭാഗത്തും 2 ബേസ് കൊണ്ട് ക്യാപ്പ് അടച്ചു വെച്ചിട്ടുണ്ടാവും. ആ 2 ക്യാപ്പിൽ എന്തുണ്ടാവും, 2 പിന്നുകൾ,
2 പിൻ ഉണ്ടാവും. ആ 2 പിൻ എന്താണ് ഇൻറ്റേർണൽ കമ്പൗണ്ടായ കാഥോഡ്, അതിനാണ് നമ്മൾ കാഥോഡ് എന്നാണ്, ഇലക്ട്രോഡിനെ കാഥോഡ് എന്നാണ് പറയൽ. അപ്പോൾ ഇൻറ്റേർണൽ കമ്പൗണ്ടിൻ്റെ 2 എൻഡുകളും കണക്ട് ചെയ്ത് ഈ 2 പിന്നിലേക്കായിരിക്കും. അതുപോലെ ഇവിടെയും 2 കാഥോഡ് ഉണ്ടാവും. ആ ഇലക്ട്രോഡ് ആ കാഥോഡുകൾ 2 ഭാഗത്തുണ്ടാവും. അതിൻ്റെ 2 എൻഡ് കണക്ട് ചെയ്ത് ഈ 2 പിന്നുകളിലേക്കായിരിക്കും. പിന്നെ എന്താണ് ഇതിൻ്റെ ഇൻസൈഡ് അല്ലേ, ഇതിൻ്റെ ഉള്ളിൽ, ഈ ട്യൂബിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തായാലും ഇത് മൈന്യൂട്ട് ഡ്രോപ്ലെറ്റ് ഓഫ് മെർക്കുറി, ഇതിനുള്ളിൽ മെർക്കുറി ഉണ്ടാവും. അതുപോലെ തന്നെ ഇനേർട്ട് ഗ്യാസ്, ആർഗണിൻ്റെ ഗ്യാസും ഇനേർട്ട് ഗ്യാസും, അതുപോലെ തന്നെ മെർക്കുറി ഇതിനുള്ളിൽ മെർക്കുറിൻ്റെ ഡ്രോപ്ലെറ്റും ഉണ്ടായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഈ ഇന്നർ സർഫേസിൽ പിന്നെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, ഇതിന് ഇവിടെ നോക്കുക, ഇതിൻ്റെ ഉള്ളിൽ ഒരു കോട്ടിങ് അല്ലേ, അൾട്രാ വയലറ്റ് അല്ലേ, ഇതിലുണ്ടാവുന്ന കൂട്ടിമുട്ടി ഉണ്ടാകുന്ന എന്തായിരിക്കും, അൾട്രാ വയലറ്റ് രശ്മികളായിരിക്കും. അത് നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. അപ്പോൾ ആ കാണാനും വേണ്ടി എന്ത് ചെയ്യണം, ഒരു ഫ്ലൂറസെൻറ്റ് പൗഡർ അല്ലെങ്കിൽ ഫോസ്ഫർ ഇതിൻ്റെ ഉള്ളിൽ കോട്ട് ചെയ്യണം. അതിൻ്റെ ഉള്ളിൽ ഈ ഗ്ലാസ് ട്യൂബിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, ഒരു ഫോസ്ഫർ പൗഡർ കോട്ട് ചെയ്യണം. ആ കോട്ട് ചെയ്തിട്ടുണ്ടാവും. ഈ ഫോസ്ഫർ പൗഡർ എന്ത് ചെയ്യും, അൾട്രാ വയലറ്റ് രശ്മികൾ പതിക്കുമ്പോൾ എന്ത് ചെയ്യും, ലൈറ്റ് നമുക്ക് കാണുന്ന ലൈറ്റായിട്ട് മാറ്റും. പിന്നെ ഈ കാഥോഡ് നമ്മളിവിടെ പറഞ്ഞു, ഇവിടെ കാഥോഡ് ഉണ്ട്. ആ കാഥോഡിൽ എന്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ടങ്സ്റ്റൺ ഫിലമെൻ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയത്. കോയിൽഡ് ടങ്സ്റ്റൺ ഫിലമെൻ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത്. ആ കോയിൽഡ് ടങ്സ്റ്റൺ ഫിലമെൻ്റ് തന്നെ എന്ത് ചെയ്യും, ഒരു കോട്ടിംഗ് ഉണ്ടാവും. ആ കോയിൽഡ് ടങ്സ്റ്റൺ ഫിലമെൻറ്റിൽ ഒരു കോട്ടിംഗ് കൊടുത്തിരിക്കും. എന്തുകൊണ്ട്, റിച്ച് ഇലക്ട്രോൺ എമിസീവ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ കൂടുതൽ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്ന മെറ്റീരിയലായ ബേരിയം അല്ലെങ്കിൽ സ്ട്രോൺസ്യം ഓക്സൈഡ്, ബേരിയത്തിൻ്റെ ഓക്സൈഡ് അല്ലെങ്കിൽ ബേരിയം അല്ലെങ്കിൽ സ്ട്രോൺസ്യം കൊണ്ടുള്ള ഒരു കോട്ടിങ് എന്തിനു കൊടുത്തിട്ടുണ്ടാവും, ഈ ടങ്സ്റ്റൺ ഫിലമെൻറ്റിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ടാവും. അതാണ് നമ്മൾ ഈ കാഥോഡ് അല്ലെങ്കിൽ ഇലക്ട്രോഡായിട്ട് 2 സൈഡിലും ഉപയോഗിക്കുക. അപ്പോൾ ഇനി ഇവിടെ നോക്കുക, നമ്മൾ ഇതൊരു എന്താണ് രണ്ട് ഇലക്ട്രോഡ് ഉണ്ട്. ഇവിടെ നിന്നുള്ള ലൈറ്റ് അല്ലേ, അൾട്രാ വയലറ്റ് ലൈറ്റ് ആയിരിക്കും ഉണ്ടാവുക. അൾട്രാ വയലറ്റ് ഫോസ്ഫർ കോട്ടിങ്ങിൽ പിന്നെ ടച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് വിസിബിൾ ലൈറ്റായിട്ട് മാറുകയാണ് ഇവിടെ ചെയ്യുക. അപ്പം ഇനി എങ്ങനെയാണ് ഇതിൻ്റെ ഒന്നുകൂടി പറയുകയാണ്. ഇവിടെ അലൂമിനിയം ക്യാപ്പാണ്, 2 പിന്നുണ്ട്. ആ 2 പിന്ന് ഇതാണ് ഇതിൻ്റെ ഇലക്ട്രോണിൻ്റെ 2 പിന്നെ പോയിൻറ്റുകളും കൊടുത്തത്. ഇവിടെ ഇത് ഗ്ലാസ് സ്റ്റെമ്മ്, ഇതാണ് കാഥോഡ് അല്ലെങ്കിൽ ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ 2 എൻഡും കൊടുത്ത് ഈ പിന്നിലേക്കായിരിക്കും. ഇത് ഗ്ലാസ് ട്യൂബാണ്. ആ ഗ്ലാസ് ട്യൂബിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യും, നമ്മൾ ഫോസ്ഫർ കോട്ടിങ് കൊടുത്തിരിക്കും. പിന്നെ എന്താണ് ലിക്വിഡ് മെർക്കുറി ഇതിലുണ്ടാവും. പിന്നെ ആർഗൺ ഗ്യാസ്, നമ്മൾ പറഞ്ഞ ഇനേർട്ട് ഗ്യാസ് എന്ന് പറഞ്ഞത് ഇതിനുള്ളിൽ കൊടുത്തിരിക്കും. ഇങ്ങനെയാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ. ഇനി നോക്കുക, നമ്മൾ ട്യൂബ് വളരെ നീളമുള്ള ട്യൂബായിരിക്കും ഒന്നുകിൽ കുറേ നീളമുള്ള ട്യൂബായിരിക്കും, അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ യു ഷേപ്പിൽ കൊടുത്തിരിക്കും. എന്തിനാ അപ്പം ഇങ്ങനെ നീളം കൂട്ടാനും വേണ്ടിയാണ് ഇങ്ങനെ ഇതിൻ്റെ സൈസ് കുറക്കുക, നീളം കൂട്ടുക, അതിനും വേണ്ടിയാണ് യു ഷേപ്പിൽ കൊടുത്തത്. എന്തിനാണ് ഇപ്പം ഇങ്ങനെ കൊടുത്തതെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇതിൻ്റെ ലാമ്പ് എഫിഷ്യൻസി ഡിക്രീസസ് റാപ്പിഡ്ലി ആസ് ദ കറണ്ട് ഡെൻസിറ്റി ഇൻക്രീസസ്. കറണ്ട് ഡെൻസിറ്റി ഒരു സെർട്ടൈൻ വാല്യൂവിലും ഇൻക്രീസ് ചെയ്താൽ എന്ത് കുറയും, ലാമ്പിൻ്റെ എഫിഷ്യൻസി കുറയും. അങ്ങനെ ലാമ്പിൻ്റെ എഫിഷ്യൻസി കുറയാതിരിക്കാനും വേണ്ടി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ലോ കറണ്ട് ഡെൻസിറ്റിയിൽ എന്ത് ചെയ്യണം, ഈ ലാമ്പ് വർക്ക് ചെയ്യണം. അതിനെന്ത് വേണം, ലാർജ് സർഫേസ് ഏരിയാസ് ട്യൂബിൻ്റെ സർഫേസ് ഏരിയ കൂടുതൽ വേണം. നമുക്ക് എങ്ങനെ, ലോ കറണ്ട് ഡെൻസിറ്റിയിൽ വർക്ക് ചെയ്താലേ ലാമ്പിൻ്റെ എഫിഷ്യൻസി കൂടുള്ളൂ. ആ എഫിഷ്യൻസി കൂടാനുള്ളൊരു മാർഗം എന്താണ്, ലാർജ് സർഫേസ് ഏരിയ ഓഫ് ട്യൂബിൻ്റെ ഏരിയ കൂട്ടുക എന്നുള്ളതാണ്. ആ ഏരിയ കൂട്ടുന്നതിന് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ലോ പ്രഷർ വേപ്പർ ലാമ്പിൻ്റെ ലോങ് ട്യൂബ് നമ്മൾ ഉപയോഗിക്കുന്നത്. ലോ പ്രഷർ വേപ്പർ ലാമ്പിൽ ലോങ് ട്യൂബ് ഉപയോഗിക്കുന്നത് ഏരിയ കൂട്ടുന്നതിന് വേണ്ടിയാണ്. എന്തിനാണ് ഏരിയ കൂട്ടുന്നത്, ലോ കറണ്ട് ഡെൻസിറ്റി ഉണ്ടാവാൻ. അങ്ങനെ ലോ കറണ്ട് ഡെൻസിറ്റി ഉണ്ടാകാനുള്ള മെച്ചം എന്താണ്, ലാമ്പിൻ്റെ എഫിഷ്യൻസി നമുക്ക് എന്ത് ചെയ്യാം, കൂട്ടാൻ പറ്റും. അപ്പോൾ എന്താണ്, ഇങ്ങനെ ലോങ് ട്യൂബ് ഉപയോഗിക്കുമ്പോൾ എന്താണ്, നമുക്കൊരു പ്രയാസം വരും അല്ലേ. ഇതിൻ്റെ സൈസ് കുറക്കാനും വേണ്ടി നമ്മൾ എന്താ ചെയ്യുക, യു ഷേപ്പ്, ഇവിടെ നോക്കുക യു ഷേപ്പിൽ, അതാണ് CFL അല്ലേ, യു ഷേപ്പിൽ നമ്മൾ മാറ്റിയിട്ട് എന്ത് ചെയ്യും, നമുക്ക് കോമ്പാക്റ്റ്, നമുക്ക് കൊണ്ട് നടക്കാൻ പറ്റിയ രീതിയിലേക്ക് മാറ്റാൻ. അപ്പോൾ ഈ യു ഷേപ്പിലോ അല്ലെങ്കിൽ നീളമുള്ളതോ ഉപയോഗിക്കുന്നത് ലോ പ്രഷർ മെർക്കുറി വേപ്പർ ലാമ്പിൽ അല്ലെങ്കിൽ ലാമ്പുകൾ, ലോ പ്രഷർ വേപ്പർ ലാമ്പുകളിൽ നീളമുള്ള ട്യൂബുകൾ ഉപയോഗിക്കേണ്ട കാരണം എന്താണ്, സർഫേസ് ഏരിയ കൂട്ടാൻ, ട്യൂബിൻ്റെ സർഫേസ് ഏരിയ കൂട്ടി അതിൻ്റെ ലോ കറണ്ട് ഡെൻസിറ്റിയിൽ വർക്ക് ചെയ്യാനും വേണ്ടിയാണ്. അതെന്തിനു വേണ്ടി, ലാമ്പിൻ്റെ എഫിഷ്യൻസി കൂട്ടാനും വേണ്ടിയാണെന്നുള്ളത് ഓർത്ത് വെക്കുക.
ഇനി ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രം എങ്ങനെ നോക്കുക. ഇതാണ് ട്യൂബ്. നമ്മൾ പറഞ്ഞു ട്യൂബിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ട്യൂബിൻ്റെ 2 പിന്നുകളുണ്ട് അല്ലേ, 2 പിന്നുകളുണ്ട്. പിന്നെ വേണ്ട കാര്യങ്ങൾ, ഒന്ന് സ്റ്റാർട്ടർ, ഒരു സ്റ്റാർട്ടർ വേണം. പിന്നെ എന്താണ്, ഒരു ബല്ലാസ്റ്റ് അല്ലെങ്കിൽ ചോക്ക്, റിയാക്ടർ എന്നൊക്കെ ഇതിന് പറയും. ബല്ലാസ്റ്റ് അല്ലെങ്കിൽ ചോക്ക്, ഇതാണ് ഇതിൻ്റെ കണക്ഷൻ. ഇവിടെ നോക്കുക, ലൈന് ഇവിടെ ന്യൂട്രും ഉണ്ട്, ഫേസും ന്യൂട്രുമാണ്. ഒരു സ്വിച്ചിലൂടെ നമ്മൾ എന്ത് ചെയ്യും, ബല്ലാസ്റ്റിലേക്ക് കണക്ട് ചെയ്തു. എന്നാൽ ചോക്ക്, ഒരു ചോക്ക് സീരീസ് ആയിട്ടാണ് കൊടുക്കുക. സീരീസ് ആയിട്ട് ഒരു ചോക്ക് കണക്ട് ചെയ്തു, ഇവിടുന്ന് ഒരു പിന്നിലേക്ക് കണക്ട് ചെയ്തു. അപ്പോൾ പറഞ്ഞാൽ ന്യൂട്രൽ നേരിട്ട് ഈ താഴെ പിന്നിലേക്ക് അല്ലേ, താഴത്തിലെ പിന്നിലേക്ക് കണക്ട് ചെയ്യും. മുകളിലത്തെ പിന്നിൽ നിന്നും എന്താണ്, ഇവിടെ ഒരു സ്റ്റാർട്ടർ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ആ സ്റ്റാർട്ടറിലേക്ക് മുകളിലെ 2 ഭാഗത്തുള്ള മുകളിലത്തെ പിന്നിൽ നിന്നും ഈ സ്റ്റാർട്ടറിലേക്ക് കൊടുത്തു. ഇവിടെ കണക്ഷൻ എങ്ങനെ വരുന്നത് നോക്കുക. ന്യൂട്രൽ ഇങ്ങനെ കയറി അല്ലേ, ഇതിൻ്റെ ഉള്ളിലൂടെ കയറി ഇതിലൂടെ ഇവിടെ എങ്ങനെയാണ് കണക്ഷൻ വരുന്നത് എന്നുള്ളത് ആദ്യം ഓപ്പൺ ആയിരിക്കും, പിന്നെ ക്ലോസ് ആവും. ക്ലോസ് ആകുമ്പോൾ എന്ത് ചെയ്യും, ഇതിലൂടെ കറണ്ട് കണ്ടക്ഷൻ പൂർത്തിയാവും. അപ്പോൾ ഇതൊരു ഫുള്ളായിട്ട് സീരീസ് ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ട്യൂബ് കത്താതെ നിന്നാൽ അല്ലേ, ഈ ട്യൂബ് നമ്മൾ കണക്ട് ചെയ്തു, സ്വിച്ച് ഇട്ടു, കത്തുന്നില്ലെങ്കിൽ എന്താണ്, കംപ്ലൈൻറ്റ് ഇവിടെ വരാം അല്ലേ, ഈ സ്ഥലത്ത് കംപ്ലൈൻറ്റ് വരാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സ്റ്റാർട്ടറിൽ കംപ്ലൈൻറ്റ് ഉണ്ടായാൽ, അല്ലെങ്കിൽ ഇവിടെ കംപ്ലൈൻറ്റ് ഉണ്ടായാൽ, അല്ലെങ്കിൽ ഈ ചോക്കിൽ കംപ്ലൈൻറ്റ് ഉണ്ടായാൽ ഒക്കെ എന്ത് ചെയ്യാം, ഇത് കത്താതിരിക്കാം. അപ്പോൾ ഇതിൻ്റെ പിന്നെ എവിടെയാണ് കംപ്ലൈൻറ്റ് എന്ന് കണ്ടുപിടിക്കാൻ ലേശം പ്രയാസമുണ്ട്. അപ്പോൾ ഇത് സീരീസ് ആയിട്ടാണ് ഫുള്ളായിട്ട് കൊടുക്കുക. ഒരു സ്റ്റാർട്ടറുണ്ട്, ഒരു ബല്ലാസ്റ്റ് ഉണ്ട്. പിന്നെ ഇവിടെ ഈ സപ്ലൈക്ക് പാരലായിട്ട് എന്ത് കൊടുത്തിട്ടുണ്ട്, ഒരു കപ്പാസിറ്റർ കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഇത് പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു കപ്പാസിറ്ററാണ്. അതിനെക്കുറിച്ച് നമ്മൾ അവസാനം പറയുന്നുണ്ട്. അപ്പോൾ എന്താണ്, ഈ പിന്നെ കോയിൽ ഉപയോഗിക്കുമ്പോൾ അല്ലേ, ബല്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ കോയിലാണ്. കോയിൽ ഉപയോഗിക്കുമ്പോൾ ലാഗിങ് പവർ ഫാക്ടർ ഉണ്ടാവും. അതിനെ ലീഡ് ചെയ്യാനും വേണ്ടി, എന്നിട്ട് യൂണിറ്റി പവർ ഫാക്ടറാക്കി മാറ്റാനും വേണ്ടിയാണ് ഈ പവർ ഫാക്ടർ കപ്പാസിറ്റർ കൊടുത്തത്. അപ്പോൾ ഒരു ട്യൂബ്, ആ ട്യൂബ് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്കൊരു സ്റ്റാർട്ടറും ഒരു ബല്ലാസ്റ്റും ആവശ്യമാണ്. അപ്പോൾ ഇനി അതിൻ്റെ വർക്കിംഗ്, ഇത് കണക്ട് ചെയ്യണമെന്ന് നോക്കുക. എന്താണ്, ഇത് സീരീസ് ആയിട്ടാണ് കൊടുക്കേണ്ടത്. അത് ഇവിടെ കൊടുത്തു, ന്യൂട്രൽ നേരിട്ട് ഇവിടെ കൊടുത്തു. മുകളിൽ നിന്നും എന്ത് ചെയ്യുക, 2 എൻഡും ഇവിടെ ഈ സ്റ്റാർട്ടറിൻ്റെ 2 എൻഡിലേക്ക് കൊടുക്കുക. ഇങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ ഡയഗ്രം. ഇവിടെ നോക്കുക ഒന്നും കൂടി, ഇതാണ് ചോക്ക്. ഫേസ് എടുത്തിട്ട് ചോക്കിലേക്ക് കൊടുക്കുക, ചോക്കിൽ നിന്നും ഇവിടെ ഈ എൻഡിലേക്ക് കൊടുക്കുക, ന്യൂട്രൽ എടുത്തിട്ട് നേരെ ഇവിടേക്ക്, ഇനി മുകളിൽ നിന്ന് 2 എൻഡും എടുത്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ സ്റ്റാർട്ടറിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞു എന്താണെന്നുള്ളത് നമ്മൾ അടുത്തതായിട്ട് പറയുന്നുണ്ട്. ഫംഗ്ഷൻ ഓഫ് വേരിയസ് പാർട്സ്, ഓരോ പാർട്സിൻ്റെയും ഫംഗ്ഷൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം ചോക്ക്, അതിനാണ് സ്റ്റാർട്ടർ അല്ലെങ്കിൽ ചോക്ക്, ബല്ലാസ്റ്റ് അല്ലെങ്കിൽ റിയാക്ടർ എന്നൊക്കെ ഇതിനെ പറയും. ഇതാണ് സാധനം. അപ്പോൾ എന്താണ് ഇതിൽ, ഈ ചോക്ക് ഈസ് ബേസിക്കലി എ കോയിൽ ഓഫ് മെനി ടേൺസ്. ഇവിടെ നോക്കുക, ഇതാണ് കോയിൽ. ഇങ്ങനെ കോയിലുകൾ ചുറ്റി വെച്ചാണ്. എവിടെ, ലാമിനേറ്റഡ് കോർ. ഈ ലാമിനേറ്റഡ് കോറിൽ കോയിലുകൾ ഇങ്ങനെ ചുറ്റിയിട്ട് 2 എൻഡുകൾ പുറത്തേക്കെടുത്ത്, ആ 2 എൻഡുകളാണ് ഈ 2 പിന്നെ ടെർമിനലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താണ്, ഇത് കണക്ട് ചെയ്യണത് തന്നെ, കണക്റ്റഡ് ഇൻ സീരീസ് ദ ട്യൂബിന് സീരീസ് ആയിട്ടായിരിക്കും നമ്മൾ ചോക്ക് കണക്ട് ചെയ്യുക. ഇതിന് 2 ഫംഗ്ഷൻ ഉണ്ട്. ഫംഗ്ഷൻ എന്താണ്, ഒന്നാമതായിട്ട് ഹൈ വോൾട്ടേജ്. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, ഡിസ്ചാർജ് ട്യൂബ് അല്ലെങ്കിൽ ഡിസ്ചാർജ് ലാമ്പ് വർക്ക് ചെയ്യണമെങ്കിൽ ഇഗ്നീഷൻ വോൾട്ടേജ്, ഹൈ ഇഗ്നീഷൻ വോൾട്ടേജ് ഉണ്ടായിരിക്കണം അല്ലേ. തുടക്കത്തിലൊരു ഹൈ വോൾട്ടേജ് നമ്മൾ കൊടുത്താൽ എന്ത് ചെയ്യും, അയോണൈസേഷൻ സംഭവിക്കും. ആ ഹൈ വോൾട്ടേജ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു ഫംഗ്ഷൻ. ചോക്കിൻ്റെ ഒരു ഫംഗ്ഷൻ എന്താണ്, പ്രൊവൈഡ് ഹൈ വോൾട്ടേജ് അറ്റ് സ്റ്റാർട്ടിങ്, ഗ്ലോ ഇൻ ദ ട്യൂബ് കത്തുന്നതിന് വേണ്ടി ഹൈ വോൾട്ടേജ് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ. ഇനി രണ്ടാമത് നമ്മൾ പറഞ്ഞു, അതങ്ങനെ വർക്ക് ചെയ്ത് തുടങ്ങിയാൽ എന്ത് ചെയ്യും, അതിൻ്റെ റെസിസ്റ്റൻസ് കുറയുമ്പോൾ കറണ്ട് കൂടും. ആ കറണ്ടിനെ ലിമിറ്റ് ചെയ്യാൻ ഡ്യൂറിങ് റണ്ണിങ് കണ്ടീഷൻ അല്ലേ, ഡ്യൂറിങ് റണ്ണിങ് കണ്ടീഷനിൽ എന്താണ്, ഇറ്റ് റെഗുലേറ്റ്സ് ദ ഫ്ലോ ഓഫ് കറണ്ട് ടു ദ ട്യൂബിലേക്കുള്ള കറണ്ടിനെ റെഗുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്യാനും വേണ്ടി എന്താണ്, ഈ ഇതിൻ്റെ കാഥോഡ് ട്യൂബിൻ്റെ കാഥോഡ് അല്ലെങ്കിൽ ഇലക്ട്രോഡ് പിന്നെ ബേണായി കത്തിപ്പോവാതെ, പിന്നെ എന്താണ്, അത് ഫ്യൂസായി പോവാതെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അതിൻ്റെ കറണ്ട് എന്ത് ചെയ്യുക, ലിമിറ്റ് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ്. എപ്പോൾ, റണ്ണിങ് കണ്ടീഷനിൽ. സ്റ്റാർട്ടിങ് കണ്ടീഷനിൽ ഹൈ വോൾട്ടേജ് ഉണ്ടാക്കുക, റണ്ണിങ് കണ്ടീഷനിൽ എന്ത് ചെയ്യുക, കറണ്ട് ലിമിറ്റ് ചെയ്ത് നിർത്തുക. എന്നിട്ട് എന്താണ്, ഇതിലേക്കുള്ള ചോക്കിൽ ഈ ചോക്ക് എന്ത് ചെയ്യും, സീരീസ് ആയിട്ട് കൊടുത്തതുകൊണ്ട് അബ്സോർബ് സം സപ്ലൈ വോൾട്ടേജ് എന്ത് ചെയ്യും, അവിടെ പിന്നെ വോൾട്ടേജ് ഡ്രോപ്പായിട്ട് സപ്ലൈ വോൾട്ടേജ് അവിടെ ഡ്രോപ്പ് ആവും. ബാക്കിയുള്ള ഒരു 110 വോൾട്ടേജ് മാത്രമേ ട്യൂബിന് അക്രോസ് ആയിട്ട് നമുക്ക് എന്താണ് റണ്ണിങ് കണ്ടീഷനിൽ വേണ്ടതുള്ളൂ. അത് മാത്രം സപ്ലൈ ചെയ്തിട്ട് കറണ്ട് ലിമിറ്റ് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഫംഗ്ഷൻ. അപ്പോൾ ചോക്കിൻ്റെ ഫംഗ്ഷൻ ഒന്ന്
തുടക്കത്തിൽ ഹൈ വോൾട്ടേജ് ഉണ്ടാക്കുക. 2 റണ്ണിങ് കണ്ടീഷനിൽ എന്ത് ചെയ്യുക, കറണ്ടിനെ ലിമിറ്റ് ചെയ്യുക. ഇതാണ് ചോക്കിൻ്റെ ഫംഗ്ഷൻ. സ്റ്റാർട്ടറിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. 2 ഫംഗ്ഷനാണ് സ്റ്റാർട്ടറും ചെയ്യുന്നത്. ഒന്നാമതായിട്ട് സർക്യൂട്ട് കംപ്ലീറ്റ് ആക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇലക്ട്രോഡിനെ പ്രീ ഹീറ്റ് ചെയ്യുക. ഒരു പ്രീ ഹീറ്റിംഗ്, ഫസ്റ്റിലൊരു ഹീറ്റ് കൂട്ടി കൊടുക്കുക, ഒരു പ്രീ ഹീറ്റിംഗ് ചെയ്യുക. ഇലക്ട്രോഡിനെ പ്രീ ഹീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ. രണ്ടാമത്തത് ഇറ്റ് ഓപ്പൺസ് ദ സർക്യൂട്ട്. ആദ്യം സർക്യൂട്ട് കംപ്ലീറ്റ് ആക്കണം, എന്നിട്ട് എന്ത് ചെയ്യണം, പ്രീ ഹീറ്റ് ചെയ്യുക. എന്നിട്ട് ആ കംപ്ലീറ്റ് ആയ സർക്യൂട്ട്സ് ഓപ്പൺ ആക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ ഹൈ വോൾട്ടേജ് ഉണ്ടാക്കാനും വേണ്ടി ചോക്കിനെ സഹായിക്കുക എന്നുള്ളതാണ് സ്റ്റാർട്ടറിൻ്റെ ഫംഗ്ഷൻ. സ്റ്റാർട്ടറിൻ്റെ 2 ഫംഗ്ഷൻ ഓർക്കുക. ഒന്ന് എന്ത് ചെയ്യുക, പ്രീ ഹീറ്റിംഗ്, ഇലക്ട്രോഡിനെ പ്രീ ഹീറ്റ് ചെയ്യുക. 2 എന്ത് ചെയ്യുക, ഹൈ വോൾട്ടേജ് ഉണ്ടാക്കാൻ സ്റ്റാർട്ടറിനെ ചോക്കിനെ സഹായിക്കുക. അപ്പോൾ എന്താണ്, ഇഗ്നീഷൻ വോൾട്ടേജ് ഓപ്പൺസ് ദ സർക്യൂട്ട് ഓപ്പൺ ചെയ്തിട്ട് എന്ത് ചെയ്യുക, പ്രൊവൈഡ് വോൾട്ടേജ് കിക്ക് ഓഫ് ഇഗ്നീഷന് വേണ്ടിയുള്ള വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യാനും വേണ്ടി എന്തിനെ, ചോക്കാണ് പ്രൊവൈഡ് ചെയ്യുക, അതിനെ സഹായിക്കുക എന്നുള്ളതാണ് സ്റ്റാർട്ടറിൻ്റെ ഫംഗ്ഷൻ. 2 ഫംഗ്ഷൻ, ഒന്ന് പ്രീ ഹീറ്റ്, 2 ഹൈ വോൾട്ടേജ് ഉണ്ടാക്കാനും വേണ്ടി ചോക്കിനെ ഓപ്പൺ ചെയ്തിട്ട്, സർക്യൂട്ട് ഓപ്പൺ ചെയ്തിട്ട് ചോക്കിനെ സഹായിക്കുക. ഇനി 2 ടൈപ്പ് സ്റ്റാർട്ടറുകളുണ്ട്. ഒന്ന് ഗ്ലോ ടൈപ്പ് സ്റ്റാർട്ടറും 2 തെർമൽ ടൈപ്പ് സ്റ്റാർട്ടറും. ഗ്ലോ ടൈപ്പ് സ്റ്റാർട്ടറാണ് സാധാരണയിൽ എന്ത് ചെയ്യുക, കൂടുതലായിട്ട് വൈഡ്ലി യൂസ്ഡ് സ്റ്റാർട്ടർ എന്താണ്, ഗ്ലോ ടൈപ്പ് സ്റ്റാർട്ടറാണ്. ഇതിൻ്റെ ഉള്ളിൽ എന്താണ്, ഗ്യാസ് ഫിൽഡ് ചെയ്തിട്ട് എന്താണ്, 2 ഇലക്ട്രോഡുകളുണ്ട്. 2 ഇലക്ട്രോഡ്, ഇതാണ് അതിൻ്റെ ഉള്ളിൽ ഉള്ളത്. ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുണ്ട്, 2 ഇലക്ട്രോഡുകളുണ്ട്. അതിലൊന്ന് എന്താണ്, ഒരു ഇലക്ട്രോഡ് ബൈ മെറ്റാലിക് സ്ട്രിപ്പാണ്. ഇത് ബൈ മെറ്റാലിക് സ്ട്രിപ്പ്, ഇത് മുമ്പ് നമ്മൾ പഠിച്ചതാണ്. എന്താണ്, ചൂടായാൽ വളഞ്ഞിട്ട് ആദ്യം ഓപ്പൺ ആയിരിക്കും, ഇതെന്ത് ചെയ്യും, ക്ലോസ് ആകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, സ്റ്റാർട്ടറിൻ്റെ ഫംഗ്ഷൻ പറഞ്ഞപ്പോൾ എന്താണ് സർക്യൂട്ട് കംപ്ലീറ്റ് ആക്കുക. അപ്പോൾ ക്ലോസ് ആകുമ്പോൾ എന്ത് ചെയ്യും, സർക്യൂട്ട് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇവിടെ എന്താണ്, 2 തുടക്കത്തിൽ എന്തായിരിക്കും, ഓപ്പൺ ആയിരിക്കും. ഈ ബൈമെറ്റാലിക് സ്ട്രിപ്പ് എന്ത് ചെയ്യും, ചൂടാകുമ്പോൾ വളഞ്ഞിട്ട് ഇത് ക്ലോസ് ആവും. അപ്പോൾ ഇതിന് ഇടയ്ക്ക് നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഗ്ലോ ഡിസ്ചാർജ് ഒക്കേഴ്സ് ബിറ്റ്വീൻ ദ 2 കോണ്ടാക്ട്. ഈ 2 കോണ്ടാക്ട് ഇത്രയും അടുത്തായതുകൊണ്ട് ചെയ്യും, ഇതിലൂടെ ഒരു ഗ്ലോ എന്നാണ് ആർക്ക് വഴി ഒരു ഡിസ്ചാർജ് സംഭവിക്കും. ഒരു ആർക്ക് ഉണ്ടായിട്ട് എന്ത് ചെയ്യും, ഇതിലൂടെ ആർക്ക് വഴി കറണ്ട് കടന്നു പോകും, വളരെ ചെറിയ കറണ്ട്. അപ്പോൾ ആർക്ക് ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും, ഇത് ചൂടാവും. ഈ ആർക്ക് ഉണ്ടാകുന്ന സമയത്ത് ഈ ബൈമെറ്റാലിക് സ്ട്രിപ്പ് ചൂടായിട്ട് എന്ത് ചെയ്യും, ഇത് ഡിഫ്ലക്റ്റ് ചെയ്ത് ഇങ്ങോട്ട് വളഞ്ഞിട്ട് ക്ലോസ് ആവും. ഇവിടെ ഇത് ക്ലോസ് ആവും. അപ്പോൾ ഇതെന്ത് ചെയ്യും, ഇത് ക്ലോസ് സർക്യൂട്ട് കംപ്ലീറ്റ് ആവും. ഓപ്പണുള്ള സർക്യൂട്ട് എന്ത് ചെയ്യും, ക്ലോസ് ആവും. ആ ക്ലോസ് ആവുന്ന സമയത്ത് എന്ത് ചെയ്യും, കറണ്ട് അതിലൂടെ ഒഴുകാൻ തുടങ്ങും. കറണ്ട് ഒഴുകുമ്പോൾ എന്ത് ചെയ്യും, ഇലക്ട്രോഡ് പ്രീ ഹീറ്റിംഗ് സംഭവിക്കും. ആ പ്രീ ഹീറ്റിംഗ് തുടങ്ങുമ്പോൾ എന്താണ്, അതേ സമയത്ത് തന്നെ പ്രീ ഹീറ്റിംഗ് ക്ലോസ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവിടെ ഗ്ലോ ഡിസ്ചാർജ് ആർക്കിങ് ഇല്ലാതാകുമ്പോൾ ഇതിനിടക്ക് എന്ത് ചെയ്യും, ആർക്കിങ് ഇല്ലാതായി. ഇത് ഇപ്പോൾ ഓപ്പൺ അല്ല, ക്ലോസ് ആവുന്ന സമയത്ത് അതിലൂടെ കറണ്ട് ഒഴുകുമ്പോൾ എന്ത് ചെയ്യും, അത് കൂളാകുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ ബൈമെറ്റാലിക് സ്റ്റിക്ക് ഇപ്പോൾ കറണ്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെന്ത് ചെയ്യും, തണുക്കുമ്പോൾ എന്ത് ചെയ്യും, വീണ്ടും അത് ഓപ്പൺ ചെയ്യും. ഇത് ചൂടായപ്പോഴാണ് ഇങ്ങോട്ട് വളഞ്ഞത്. ആ തണുക്കുമ്പോൾ എന്ത് ചെയ്യും, ഇതിങ്ങോട്ട് തന്നെ ആ ഓപ്പൺ ആവുന്ന സമയത്ത്, കറണ്ട് ഇങ്ങനെ ഒഴുകുന്ന സമയത്ത് ഇത് ഓപ്പൺ ആവുന്ന സമയത്ത് എന്ത് ചെയ്യും, നമുക്ക് ചോക്കിൽ പെട്ടെന്ന് കറണ്ട് ഒഴുകുന്ന സമയത്ത് അതുകൊണ്ട് ഓപ്പൺ ആകുമ്പോൾ ചോക്കിൽ ഒരു ഹൈ വോൾട്ടേജ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. എന്താണ്, നമ്മൾ ലെൻസസ് ലോ പ്രകാരം എന്ത് ചെയ്യും, പെട്ടെന്ന് ഒരു ചേഞ്ച് ഉണ്ടായാൽ എന്ത് ചെയ്യും, അതിന് ഒപ്പോസ് ചെയ്യും അല്ലേ. അവിടെ ആ കറണ്ട് ഉണ്ടാകാൻ കാരണമായതെന്തോ അതിന് ഒപ്പോസ് ചെയ്യും. കറണ്ട് കുറയുകയാണെങ്കിൽ എന്ത് ചെയ്യും, അത് കൂടാനുള്ള മാർഗം. അങ്ങനെ ഒരു ഹൈ വോൾട്ടേജ് എന്ത് ചെയ്യും, ഈ ചോക്കിൽ ഉണ്ടാവും. ഈ ഉണ്ടാകുന്ന ഹൈ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ സമയത്ത് ചോക്കിൽ ഉണ്ടാകുന്ന 1000 വോൾട്ടേജോളം എന്ത് ചെയ്യും, ചോക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ആ സമയത്ത് എന്ത് ചെയ്യും, മെർക്കുറി വേപ്പർ ലാമ്പ് ഡിസ്ചാർജിങ് തുടങ്ങും. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഗ്ലോ ഡിസ്ചാർജ് ടൈപ്പ് സ്റ്റാർട്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഈ സാധനമാണ്. അപ്പോൾ ഇനി എന്താണ്, ഇതിനിടക്ക് 2 എൻഡ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഇതിൻ്റെ ഈ 2 ടെർമിനലുണ്ട്. ആ ടെർമിനലിൻ്റെ ഇടയ്ക്ക് എന്താണ്, നമ്മളൊരു കപ്പാസിറ്റർ
0.006 MFD മൈക്രോ ഫാരഡിൻ്റെ കപ്പാസിറ്റർ നമ്മൾ ഇതിനിടക്ക് കണക്ട് ചെയ്യും. ഇവിടെ നോക്കുക, ഇതാണ് ആ കപ്പാസിറ്റർ. പാരലായിട്ടൊരു കപ്പാസിറ്റർ കണക്ട് ചെയ്യും. എന്തിനാണ് ആ കപ്പാസിറ്റർ ബൈമെറ്റാലിക് സ്ട്രിപ്പിൻ്റെ ഇതിൻ്റെ ഇടയിൽ ഒരു കപ്പാസിറ്റർ നമ്മൾ കണക്ട് ചെയ്യും? എന്തിനാണ് ആ കപ്പാസിറ്റർ കണക്ട് ചെയ്യണമെന്നുള്ള ചോദ്യം വരാം. അതെന്താണ്? എലിമിനേറ്റ് എനി റേഡിയോ ഇൻ്റർഫറൻസ് എഫക്റ്റ്. ഇത് വർക്ക് ചെയ്യും, ക്ലോസ് ആകുമ്പോഴും ഓപ്പൺ ചെയ്യുമ്പോൾ ബൈമെറ്റാലിക് കോണ്ടാക്ട് ഓപ്പൺ ആവുകയോ ക്ലോസ് ആവുകയോ ചെയ്യുന്ന സമയത്ത് റേഡിയോ ഇൻ്റർഫറൻസ് എഫക്റ്റ് ഇല്ലാതാക്കാനും വേണ്ടി. എന്താണ് റേഡിയോ ഇൻ്റർഫറൻസ് എഫക്റ്റ്? നമ്മൾ പണ്ടാണെങ്കിൽ റേഡിയോ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്വിച്ച് ഇട്ടാൽ എന്താണ്, ഈ ട്യൂബ് കത്തുമ്പോൾ എന്ത് ചെയ്യും, ഒരു സൗണ്ട് ഇങ്ങനെ വരും റേഡിയോക്ക്, അല്ലേ? അതെന്താണ്, അതിൻ്റെ ഫ്രീക്വൻസി മാറുന്ന സമയത്ത് അതില്ലാതാക്കാനും വേണ്ടിയാണ് നമ്മളൊരു കപ്പാസിറ്റർ ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ റേഡിയോ ഇൻ്റർഫറൻസ് എഫക്റ്റ് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് എന്തിന് പാരലായിട്ട് ഈ സ്റ്റാർട്ടറിന് പാരലായിട്ടൊരു കപ്പാസിറ്റർ കൊടുക്കുന്നത് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇനി എന്താണ് ഇതിൻ്റെ വർക്കിംഗ് ആണ്. വർക്കിംഗ് നമ്മൾ പറഞ്ഞു, ഈ എന്താണ് ഇത് കണക്ഷൻ നമ്മൾ ഓർത്ത് വെക്കണം. ബല്ലാസ്റ്റ് സീരീസ് ആയിട്ട് കൊടുത്തു, ന്യൂട്രൽ ഇവിടെ കൊടുത്തു. ഇതിന് രണ്ടെൻഡും എന്ത് ചെയ്യും, സ്റ്റാർട്ടറിൽ കൊടുക്കും. സ്റ്റാർട്ടറിൻ്റെ നമ്മൾ പറഞ്ഞു ഫസ്റ്റിൽ എന്താണ്, സ്റ്റാർട്ടർ ഓപ്പൺ കണ്ടീഷനിലാണ്, അല്ലേ? ഓപ്പൺ കണ്ടീഷനിലാണുള്ളത്. അപ്പോൾ എന്താണ്, വളരെ കുറച്ച് ഇതിലൂടെ ഇങ്ങനെ പോയിട്ട് എന്താണ്, ഇതിലൂടെ കറണ്ട് ഒഴുകൂല. നമ്മൾ പറഞ്ഞു എന്താണ്, ഹൈ വോൾട്ട് ആകെ 250 വോൾട്ട് നമ്മൾ കൊടുക്കുന്നതും ഉള്ളൂ. അപ്പോൾ ഇതിലൂടെ കറണ്ട് ഒഴുകൂല. അപ്പോൾ ഇതിലൂടെ കറണ്ട് ഇവിടെ വന്ന് നിൽക്കും, ഇല്ലേ? ഫുൾ വോൾട്ടേജ് ഇവിടെ വന്ന് നിൽക്കും. ആകെ കറണ്ട് എന്നാണ് ഇതിൽ ചെറിയൊരു ഗ്ലോ, അല്ലേ? ഒരു ചെറിയൊരു ആർക്ക് വഴി ഇതിലൂടെ ഒരു ചെറിയ കറണ്ട് ഒഴുകുള്ളൂ. അപ്പോൾ ഇവിടെ എന്തുണ്ടാവില്ല, ഈ ബല്ലാസ്റ്റിൽ വളരെ ചെറിയ വോൾട്ടേജ് ഡ്രോപ്പേ ഉണ്ടാവുള്ളൂ, അല്ലേ? ഒരു വെരി സ്മോൾ കറണ്ട് മാത്രമേ ഇതിലൂടെ ഒഴുകുള്ളൂ. അതുകൊണ്ട് തന്നെ എന്താണ്, വോൾട്ടേജ് ഡ്രോപ്പ് വളരെ കുറവായിരിക്കും. ഇനി എന്താണ്, ഇവിടെ നമ്മൾ പറഞ്ഞു ഈ ഫുൾ വോൾട്ടേജ്, അല്ലേ? ഇവിടെ ഏകദേശം ഫുൾ വോൾട്ടേജ് 250 വോൾട്ടേജും ഇവിടെ അപ്ലൈ ഉണ്ട്. ആ സമയത്ത് എന്തുണ്ടാവും, ഒരു ഗ്ലോ ആർക്ക്, അല്ലേ? ഒരു ആർക്ക് ഉണ്ടാവും. ആ ആർക്ക് ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ ബൈ മെറ്റാലിക് സ്ട്രിപ്പ് ഇവിടെ ഓപ്പൺ ആണ്. ഇതൊക്കെ പെട്ടെന്ന് ഒരു സെക്കൻഡുകൾ കൊണ്ട് നടക്കുന്ന സംഭവമാണ്. അപ്പോൾ എന്താണ്, സ്വിച്ച് ഇട്ടാൽ എന്ത് ചെയ്യും, ഫുൾ വോൾട്ടേജ് ഇവിടെ വരും. ചെറിയ ആർക്ക് വഴിയുള്ളൊരു കറണ്ട് മാത്രമേ ഉണ്ടാവും. ആ ആർക്ക് ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും, ഈ ബൈ മെറ്റാലിക് സ്ട്രിപ്പ് ചൂടായിട്ട് എന്ത് ചെയ്യും, ഇത് വളഞ്ഞിട്ട് എന്ത് ചെയ്യും, കോണ്ടാക്റ്റ് ക്ലോസ് ആവും, അല്ലേ? കോണ്ടാക്റ്റ് ക്ലോസ് ആകുമ്പോൾ എന്ത് ചെയ്യും, ഈ അല്ലേ ഇത് നോക്കുക, ഇതിലൂടെ കയറി കറണ്ട് ഇത് ക്ലോസ് ആയ എന്ത് ചെയ്യും, ഇതിലൂടെ കയറിയിട്ട് കറണ്ട് പാസ് ചെയ്യും. കറണ്ട് പാസ് ചെയ്യുമ്പോൾ പ്രീ ഹീറ്റിംഗ്, അല്ലേ? ഇതിലൂടെ കറണ്ട് ഒഴുകുമ്പോൾ എന്ത് ചെയ്യും, ഈ കോയിൽ ഹീറ്റ് ചെയ്യാൻ തുടങ്ങും. അതിനാണ് പ്രീ ഹീറ്റിംഗ്. അപ്പോൾ സ്റ്റാർട്ടർ പ്രീ ഹീറ്റിങ്ങിനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ പ്രീ ഹീറ്റിംഗ് തുടങ്ങും. രണ്ട് ഇലക്ട്രോഡുകളും കാഥോഡുകളും പ്രീ ഹീറ്റിംഗ് തുടങ്ങും. അങ്ങനെ ഇതിലൂടെ എന്താണ്, ഇതിലൂടെ കറണ്ട് ഒഴുകുമ്പോൾ, അല്ലേ? കറണ്ട് ഒഴുകുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇത് ഫിലമെൻറ്റുകളിലൂടെ കൂടുതൽ, അല്ലേ, കറണ്ട് ഒഴുകാതിരിക്കാനും വേണ്ടി ഈ ബല്ലാസ്റ്റ് എന്ത് ചെയ്യും, അല്ലേ? ബല്ലാസ്റ്റ് എന്ന ചോക്കാണ്. ഇതിൽ എന്ത് ചെയ്യും, കുറച്ച് വോൾട്ടേജ് ഇവിടെ ഡ്രോപ്പ് ആവും. ആ വോൾട്ടേജ് ഡ്രോപ്പ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ബാക്കിയുള്ളത് ഇതിലൂടെ ഒഴുകുമ്പോൾ ഇവിടെ ഈ പ്രീ ഹീറ്റിംഗ് നടക്കും. പ്രീ ഹീറ്റിംഗ് നടക്കുന്ന സമയത്ത് തന്നെ, അല്ലേ, ഈ സമയത്ത് തന്നെ എന്ത് ചെയ്യും, ഇവിടെ കോണ്ടാക്റ്റ് ക്ലോസ് ആയതുകൊണ്ട്, അല്ലേ? ഇവിടെ കോണ്ടാക്റ്റ് ക്ലോസ് ആണല്ലോ. ക്ലോസ് ആയതുകൊണ്ട് കറണ്ട് ഒഴുകുകയാണ്. കറണ്ട് ഒഴുകുമ്പോൾ എന്ത് ചെയ്യും, ഇത് തണുക്കും. ഈ ബൈമെറ്റാലിക് സ്ട്രിപ്പ് തണുക്കുമ്പോൾ എന്ത് ചെയ്യും, പെട്ടെന്ന്, അല്ലേ? ഫ്ലോറസെൻ്റ് ട്യൂബ് ഈ ഇവിടെ നോക്കുക, കോണ്ടാക്റ്റ് ക്ലോസ് ആയ സമയത്ത് ഈ പ്രീ ഹീറ്റിംഗ് നടക്കും ഫ്ലോറസെൻ്റ് ട്യൂബിൽ. ആ സമയത്ത് എന്ത് ചെയ്യും, കോണ്ടാക്റ്റ് ക്ലോസ് ആണ്. ആ കോണ്ടാക്റ്റ് സ്റ്റോപ്പാണ് സമയത്ത് ഗ്ലോ ഡിസ്ചാർജ്, അല്ലേ? ഇവിടെ കോണ്ടാക്റ്റ് ക്ലോസ് ആണ് സമയത്ത് എന്ത് ചെയ്യും, ഇതിലൂടെ തണുക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ ബൈമെറ്റാലിക് സ്ട്രിപ്പ് ഓപ്പൺ ആവും. തണുത്താൻ എന്ത് ചെയ്യും, അല്ലേ? ചൂടായതുകൊണ്ടാണ് ഈ ബൈമെറ്റാലിക് സ്ട്രിപ്പ് വളഞ്ഞിവിടെ വന്നത്. തണുത്താൻ എന്ത് ചെയ്യും, ഇത് അങ്ങോട്ട് തന്നെ പോകുമ്പോൾ ഓപ്പൺ ആവും. ഓപ്പൺ ആണ സമയത്ത്, അല്ലേ, ഇതിലൂടെ കറണ്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, പെട്ടെന്ന് ഇത് ഓപ്പൺ ആണ്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ മുമ്പ് പഠിച്ച പ്രകാരം ഈ ചോക്കിൽ എന്ത് ചെയ്യും, പെട്ടെന്നൊരു ഹൈ വോൾട്ടേജ് ലെൻസസ് ലോ പ്രകാരം എന്താണ്, ഇതിലൂടെ ഹൈ കറണ്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അത് ഇല്ലാതാവുമ്പോൾ, 0 ആകുമ്പോൾ എന്ത് ചെയ്യും, അതിനെതിരെ, അല്ലേ, എന്താണോ കാരണം, ഇവിടെ ഒരു വോൾട്ടേജ് ഉണ്ടാവാൻ കാരണമായതെന്തോ അതിനെന്ത് ചെയ്യും, ഒപ്പോസ് ചെയ്യും. ഇവിടെ കറണ്ട് കുറയാണ് ചെയ്യുന്നത്, അതിനെ ഒപ്പോസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ ഒരു ഹൈ വോൾട്ടേജ് ഉണ്ടാവും. ഒരു ഹൈ വോൾട്ടേജ് ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും, ഇതിനിടക്കാണ് ഈ ഹൈ വോൾട്ടേജ് ഉണ്ടാവുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ഇതിനിടക്ക്, ഇല്ലേ, ഹൈ വോൾട്ടേജ് ഉണ്ടായാൽ നമ്മൾ പറഞ്ഞു ഇതിലൂടെ കറണ്ട് ഒഴുകുക, അയോണൈസേഷൻ തുടങ്ങും, അല്ലേ? സ്റ്റാർട്ട് കണ്ടക്ഷൻ ബിറ്റ്വീൻ ദി മെയിൻ ഇലക്ട്രോഡ് ഫ്ലൂറസെൻ്റ് ട്യൂബിൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്യും, അയോണൈസേഷൻ തുടങ്ങും. ഇവിടെ ഒരു ഹൈ വോൾട്ടേജ് ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് ഹൈ വോൾട്ടേജ് ഉണ്ടാവും ഒന്നുകൂടി പറയുകയാണ്. എന്താണ്, നമ്മൾ സപ്ലൈ കൊടുത്തു, ഇവിടെ ഗ്ലോ
ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും, ഇത് ക്ലോസ് ആവും. ക്ലോസ് ആകുമ്പോൾ എന്ത് ചെയ്യും, കറണ്ട് കൊടുക്കാൻ തുടങ്ങും. അപ്പോൾ പ്രീ ഹീറ്റിംഗ് നടക്കും. അപ്പോൾ ഇവിടെ തണുക്കും. ഈ സ്റ്റാർട്ടറിൻ്റെ ബൈമെറ്റാലിക് സ്ട്രിപ്പ് തണുക്കുമ്പോൾ ഇവിടെ ഓപ്പൺ ആവും. ഓപ്പൺ ആവുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യും, ഒരു ഹൈ വോൾട്ടേജ് ഉണ്ടാകും. ഹൈ വോൾട്ടേജ് ഉണ്ടാകുമ്പോൾ ഇതിലൂടെ അല്ലേ കറണ്ട് കണ്ടക്ഷൻ നടക്കും. പിന്നെ അയണൈസേഷൻ നടന്നിട്ട് എന്ത് ചെയ്യും, കറണ്ട് കണ്ടക്ഷൻ ഇതിനുള്ളിലൂടെ ആവും. ഉണ്ടാകായ എന്ത് ചെയ്യും, അതിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞു റെസിസ്റ്റൻസ് വളരെ കുറയും. റെസിസ്റ്റൻസ് കുറയുമ്പോൾ എന്ത് ചെയ്യും, കറണ്ട് റെസിസ്റ്റൻസ് കുറഞ്ഞത് ഏത് പാത്താണോ അതിലൂടെ പോവുള്ളൂ. അപ്പോൾ കറണ്ട് ഇതിലൂടെ പോവില്ല, ഇതിലൂടെ ഒഴുകാൻ തുടങ്ങും. ഒഴുകാൻ തുടങ്ങുമ്പോൾ എന്താണ്, ഇനി പിന്നെ അതിലുണ്ടായ ഈ മെർക്കുറി ഇല്ലേ, മെർക്കുറീൻ്റെ ഇലക്ട്രോൺസുമായിട്ട് അല്ലേ ഇതിലൂടെ കറണ്ട് ഒഴുകുക എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് ഒഴുകുകയാണ്. അത് മെർക്കുറിയിലെ ഇലക്ട്രോൺസുമായിട്ട് കൂട്ടിമുട്ടിയിട്ടുണ്ടാവും. അൾട്രാ വയലറ്റ് പിന്നെ ലൈറ്റുകൾ ഉണ്ടാവും. അത് നമുക്ക് കണ്ണിന് കാണാൻ പറ്റില്ല. അതെവിടെ, അത് എന്തിൽ പതിക്കും, ഇതിൻ്റെ പുറമെ നമ്മൾ പൂശിയ ഫോസ്ഫറിൽ പതിച്ചിട്ട് എന്ത് ചെയ്യും, നമുക്ക് കാണാനുള്ള ലൈറ്റ്, നമുക്ക് കാണുന്ന ലൈറ്റായിട്ട് എന്ത് ചെയ്യും, അത് മാറ്റും. അങ്ങനെ ആ കാണുന്ന ലൈറ്റായിട്ട് മാറ്റുമ്പോൾ എന്താണ്, ഇത് ഒരു പ്രാവശ്യം ഓപ്പറേറ്റ് ചെയ്താൽ അല്ലേ, ഒരു പ്രാവശ്യം ഇത് കണ്ടക്ഷൻ നടന്നാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്ത് കുറഞ്ഞ വോൾട്ടേജിൽ കറണ്ട് വളരെ പിന്നെ കൂടും എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് കുറയും. അപ്പോൾ കറണ്ട് കൂടും. ആ കറണ്ട് ലിമിറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം, ഈ ചോക്ക് ആ സമയത്ത് ഒരു ചോക്ക് എന്ത് ചെയ്യും, വോൾട്ടേജ് ഡ്രോപ്പ് ആക്കിയിട്ട് ആകെ 110-125 വോൾട്ടേ നമുക്ക് ആവശ്യമുള്ളൂ. അതെന്ത് ചെയ്യും, ഈ ചോക്കിൽ ബാക്കിയുള്ളത് ഇവിടെ ചോക്കിൽ വോൾട്ടേജ് ഡ്രോപ്പായിട്ട് ചോക്കിൽ ഡ്രോപ്പ് ആവും. ഒരു പ്രാവശ്യം ഓപ്പറേഷൻ നടന്നാൽ എന്ത് ചെയ്യും, ഈ റിയാക്ടർ അല്ലെങ്കിൽ ഈ ബല്ലാസ്റ്റ് എന്ത് ചെയ്യും, കറണ്ടിനെ ലിമിറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഫ്ലൂറസെൻ്റ് ട്യൂബ് എന്ത് ചെയ്യും, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തിട്ട് നമുക്ക് ലൈറ്റ് തരും. അതാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ നോക്കുക, ഈ സ്വിച്ച് ഇട്ടാൽ എന്ത് ചെയ്യും, ഇതിലൂടെ കറണ്ട് കണ്ടക്ഷൻ നടക്കും. അപ്പോൾ ഇവിടെ ഓപ്പൺ ആവുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇവിടെ ഹൈ വോൾട്ടേജ് ഉണ്ടാവും. ഹൈ വോൾട്ടേജ് ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും, ഇതിലൂടെ ആയിരിക്കും പിന്നെ കണ്ടക്ഷൻ. ഈ സമയത്ത് എന്താ ചെയ്യുക, ഈ സ്റ്റാർട്ടർ നമ്മൾ ഊരിയാൽ അല്ലേ, ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ടർ ഊരി എന്ന് വിചാരിച്ച് എന്ത് ചെയ്യില്ല, നമുക്ക് സ്റ്റാർട്ടിങ് സമയത്ത് മാത്രം ഇത് മതി. ഇവിടെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ പിന്നെന്ത് വേണ്ട, നമുക്ക് സ്റ്റാർട്ടറിൻ്റെ ആവശ്യം ഇല്ല. ഇവിടെ നോക്കുക, ഇതിലൂടെ ഇപ്പോൾ കറണ്ട് കണ്ടക്ഷനിൽ ആ സമയത്ത് നമ്മൾ സ്റ്റാർട്ടർ ഊരി എന്ന് വിചാരിച്ചെന്തില്ല, നമുക്ക് ഈ ട്യൂബ് ഓഫ് ആവില്ല. ഇപ്പോൾ നോക്കുക, സ്വിച്ച് ഇട്ടു, ഇതിലൂടെ പ്രീ ഹീറ്റിംഗ് നടക്കുകയാണ്. ഇവിടെ എപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യും, ഇവിടെ ഹൈ വോൾട്ടേജ് ഉണ്ടാവും. ഇതിലൂടെ ആയിരിക്കും പിന്നെ കണ്ടക്ഷൻ. ആ സമയത്ത് പിന്നെ സ്റ്റാർട്ടറിൻ്റെ ആവശ്യമില്ല. സ്റ്റാർട്ടിങ് സമയത്ത് മാത്രമേ സ്റ്റാർട്ടർ ആവശ്യമുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് മനസ്സിലാക്കുക. ഇനി പവർ ഫാക്ടർ കറക്ഷൻ കപ്പാസിറ്റർ. ഇവിടെ എന്താണ്, പിന്നെ ഇവിടെ നമ്മൾ കൊടുത്തത് എന്താണ്, ബല്ലാസ്റ്റ് അല്ലെങ്കിൽ ചോക്ക് എന്ന് പറഞ്ഞത് എന്താണ്, കോയിലാണ്. കോയിലാകുമ്പോൾ എന്ത് ചെയ്യും, ഇതിൻ്റെ ലാഗിങ് പവർ ഫാക്ടർ 50-60% ലാഗായിരിക്കും പവർ ഫാക്ടർ. അത് കൂട്ടാനും വേണ്ടി എന്ത് ചെയ്യും, പവർ ഫാക്ടർ പാരലായിട്ടൊരു പാരലായിട്ട് നമ്മളൊരു കപ്പാസിറ്റർ കൊടുക്കും. ആ കപ്പാസിറ്ററിനാണ് പവർ ഫാക്ടർ കപ്പാസിറ്റർ എന്ന് പറയുക. അപ്പോൾ എന്ത് ചെയ്യും, അത് യൂണിറ്റി പവർ ഫാക്ടർ ആയിട്ട് ഇത് ലീഡ് ചെയ്യും. ഈ ലാഗ് ചെയ്തതിനത് ലീഡ് ചെയ്യുമ്പോൾ ഏകദേശം യൂണിറ്റി പവർ ഫാക്ടറിൽ വർക്ക് ചെയ്യാനും വേണ്ടിയാണ് പവർ ഫാക്ടർ കപ്പാസിറ്റർ നമ്മൾ കൊടുക്കുന്നത്. ഈ സ്റ്റാൻഡേർഡ് സൈസ് ഫ്ലൂറസെൻ്റ് ട്യൂബിൻ്റെ എന്താണ് ഔട്ട്പുട്ട്, ലൈറ്റ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 70 ലുമൻ പെർ വാട്ടാണ്. 70 ലുമൻ പെർ വാട്ട്. നമ്മൾ 12 ലുമൻ പെർ വാട്ടൊക്കെയാണ് എന്തിൽ പറഞ്ഞത്, ഇൻകാൻഡസെൻ്റ് ലാമ്പിൽ പറഞ്ഞത്. ഇത് 70 ലുമൻ പെർ വാട്ടാണ്. ഇതിൻ്റെ സൈസ് 10, 20, 40, 80 വാട്ടിലൊക്കെ നമുക്ക് ഇല്ല, 20 വാട്ട് 40 വാട്ടൊക്കെയാണ് നമ്മൾ 40 വാട്ടൊക്കെയാണ് സാധാരണ ഉപയോഗിച്ചിരുന്നത്. പിന്നെ എന്താണ് അതിൻ്റെ നീളം, 1 ഫൂട്ട് 2 ഫൂട്ട് 4 ഫൂട്ട് 5 ഫൂട്ടൊക്കെ നീളമുള്ള പിന്നെ ട്യൂബ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ എന്താണ് ലൈഫ് ഓഫ് ഫ്ലൂറസെൻ്റ് ലാമ്പ്. നമ്മൾ ഇൻകാൻഡസെൻ്റ് ലാമ്പിൻ്റെ ലൈഫ് എത്ര പറഞ്ഞത്, 1000 ഹവർ ആയിരുന്നു പറഞ്ഞത്. എന്നാൽ ഇവിടെ 7500 അവർ, 7000 അല്ലെങ്കിൽ 7500 അവറാണ് നോർമൽ ലൈഫ്. ഈ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം നമ്മൾ ഓൺ ചെയ്താൽ അതൊരു 3 മണിക്കൂർ വർക്ക് ചെയ്യുന്ന രീതിയിലാണ് ഈ ലൈഫ് ആക്കിയത്. പിന്നെന്താണ് ആക്ച്വലി ഒരു ട്യൂബ് എന്ന് പറഞ്ഞത് 5000 മുതൽ 10000 അവർ വരെ നമുക്ക് എന്താണ് ഓപ്പറേഷൻ കണ്ടീഷൻ അനുസരിച്ച് കിട്ടും. അപ്പോൾ എന്താണ് ഈ ഒരു 4000 അവർ കഴിഞ്ഞാൽ, വർക്ക് ചെയ്ത് 4000 അവർ കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇതിൻ്റെ പിന്നെ 15-20% ലൈറ്റ് ഔട്ട്പുട്ട് കുറയും. അപ്പോൾ നമ്മൾ ട്യൂബ് ഉപയോഗിക്കുമ്പോൾ ഒരു 4000 to 5000 അവർ കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, പുതിയ ട്യൂബ് ഇടലായിരിക്കും നമുക്ക് ലാഭം. അപ്പോൾ ഇതിൻ്റെ ലൈഫ് 7500 അല്ലെങ്കിൽ 7000-7500 അവറാണെന്നുള്ളത് ഓർത്ത് വെക്കുക. ഇൻകാൻഡസെൻ്റ് ലാമ്പിൻ്റെ അല്ലെങ്കിൽ സാധാ ബൾബിൻ്റെ എത്രയായിരുന്നു, 1000 അവറായിരുന്നു. ഇത് 7500 അവറാണ്. ഇനി അഡ്വാൻറ്റേജ്, വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ഇല്ലേ, വോൾട്ടേജ് കൂടുകയും കുറയും ചെയ്താൽ എന്ത് ചെയ്യില്ല, ലൈറ്റ് ഔട്ട്പുട്ടിനെ ഇത് ബാധിക്കില്ല. ഈ ബൾബാണെങ്കിൽ വോൾട്ടേജ് കുറഞ്ഞാൽ അല്ലേ ലൈറ്റ് കുറയും, വോൾട്ടേജ് കൂടിയാൽ ലൈറ്റ് കൂടും. പക്ഷേ ഇത് എന്താണ് ഫ്ലൂറസെൻ്റ് ട്യൂബ് ആകുമ്പോൾ അത്ര ബാധിക്കില്ല. പിന്നെ ലുമിനൻസ് എഫിഷ്യൻസി
കൂടും. റോഡിൻ്റെ ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ച് ലുമിനൻ എഫിഷ്യൻസി കൂടും. പിന്നെ എന്താണ്, നാച്ചുറൽ ലൈറ്റ് ആയിരിക്കും നമുക്ക് ഇതിൽ നിന്നും കിട്ടുക. പിന്നെ ഹീറ്റ് റേഡിയേഷൻ വളരെ കുറവായിരിക്കും. നമ്മൾ ബൾബ് പിന്നെ എന്താണ് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ തൊട്ടാൽ നമ്മളെ കൈ പൊള്ളും, എന്നാൽ ട്യൂബിന് അത്ര ഉണ്ടാവില്ല, അത്ര ഹീറ്റ് റേഡിയേഷൻ ഇല്ല. പിന്നെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വേറെയുള്ള പിന്നെ ഗ്യാസ് ഡിസ്ചാർജ് ലാമ്പുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബ്രൈറ്റ്നസ് കുറവാണ്. പിന്നെ ഇനീഷ്യൽ കോസ്റ്റ് കൂടുതലാണ്. പിന്നെ ഓവറാൾ മെയിൻ്റനൻസ് കോസ്റ്റും കൂടുതലാണ്. ഇനി ഒരു സ്ട്രോബോസ്കോപ്പിക് എഫക്റ്റ്, ഇത് എക്സാമിനൊക്കെ ചോദിക്കാവുന്നതാണ്. എന്താണെന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കുക. ഒരു AC സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു സൈക്കിൾ 2 പ്രാവശ്യം ഇത് 0-ൽ വരും അല്ലേ. ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് തുടങ്ങി ഇവിടെ വരെയാണ്. അപ്പോൾ എന്ത് ചെയ്യും, 2 പ്രാവശ്യം 0-ൽ അല്ലേ. ഒരു AC സൈക്കിൾ മാക്സിമത്തിൽ പോയി പിന്നെ 0, പിന്നെ നെഗറ്റീവ് മാക്സിമത്തിൽ പോയി പിന്നെ 0. അപ്പോൾ എന്താണ് 2 പ്രാവശ്യം 0-ൽ വരും. അപ്പോൾ നമ്മുടെ AC സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ 50 ഹെർട്സ് സപ്ലൈ ആണ്. 50 ഹെർട്സ് എന്ന് പറഞ്ഞാൽ 100 പ്രാവശ്യം അല്ലേ. ഒരു ലാമ്പ് ഒരു തിയററ്റിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ലാമ്പ് എന്ത് ചെയ്യും, 100 പ്രാവശ്യം അല്ലേ. 50 ഹെർട്സ് സപ്ലൈ എന്ന് പറയുമ്പോൾ 100 പ്രാവശ്യം എന്ത് ചെയ്യും, ഓഫ് അല്ലേ. 0 എന്ന് പറഞ്ഞാൽ കറണ്ട് ഓഫ് ആകുക എന്നുള്ളതല്ലേ, ഓഫ് ആവും അല്ലേ. ഈ ലാമ്പ് 100 പ്രാവശ്യം ഒരു സെക്കൻഡിലാണ് 100 പ്രാവശ്യം എന്ത് ചെയ്യും, ഓഫാകുക ഓണാകുക ഓഫാകുക ഓണാകുക എന്നുള്ള പരിപാടി നടന്നുകൊണ്ടിരിക്കും. ഇതെന്താണ്, ഒരു ഫ്ലിക്കറിങ് അല്ലേ. ഓഫാകുക ഓണാകുക ഓഫാകുക ഓണാകുക എന്നുള്ള ഫ്ലിക്കറിങ് ഒരു സെക്കൻഡിൽ 100 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ 0 വരുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യും, 100 ഓഫാവണ, സത്യത്തിൽ ഓഫാവുന്നുണ്ട്. അപ്പോൾ ഒരു ഫ്ലിക്കറിങ് ഉണ്ടാവും. പക്ഷേ സാധാരണ നമ്മളെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ എന്ത് ചെയ്യില്ല, ഫ്ലിക്കറിങ് അനുഭവപ്പെടില്ല. അതിൻ്റെ കാരണം എന്താ, നമ്മുടെ കണ്ണിന് പ്രത്യേകിച്ച് 1/16 അല്ലേ സമയം എന്ത് ചെയ്യും, അത് പിന്നെ നിലനിർത്തുന്നത് കൊണ്ട് എന്ത് ചെയ്യില്ല, നമുക്ക് അനുഭവപ്പെടില്ല. പക്ഷേ വേറെ സമയത്ത് ഇങ്ങനെയുള്ള ഈ കുഴപ്പം കൊണ്ട് എന്ത് ചെയ്യും, ഇതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഫീലിംഗ് ഓഫ് ഡിസ്കംഫേർട്ട്. എവിടെ, ഈ റാപ്പിഡ്ലി മൂവിങ് ഒബ്ജക്റ്റ്, ഒരു സ്പീഡിൽ കറങ്ങുന്ന ഒരു ഒബ്ജക്റ്റിലേക്ക് നമ്മൾ ഈ ലൈറ്റിൽ നോക്കിയാൽ എന്ത് ചെയ്യും, നമ്മുടെ കണ്ണിനൊരു ഡിസ്കംഫേർട്ട് എന്ന് പറഞ്ഞാൽ കറക്റ്റ് വ്യൂ ആയിരിക്കില്ല നമ്മൾ ചിലപ്പോൾ കാണുന്നത്. ഈ ഫിനോമിനയാണ് നമ്മൾ സ്ട്രോബോസ്കോപ്പിക് എഫക്റ്റ് എന്ന് പറയാം. അപ്പോൾ ഫ്ലൂറസെൻ്റ് ട്യൂബ് നമ്മൾ കൊടുത്തിട്ട് ഒരു ട്യൂബ് സിംഗിൾ ട്യൂബ് കൊടുത്തു. ട്യൂബ് കൊടുക്കുമ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞു 100 പ്രാവശ്യം എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ ചൂടായി അല്ലെ ഓഫായി ഓണാകുന്നുണ്ട്. അത് ഇൻകാൻഡസൻ്റ് ലാമ്പാണെങ്കിൽ ഉണ്ടാവില്ല. കാരണം എന്താണ്, അത് കത്തുകയാണ്. അത് ഓഫായി വിചാരിച്ചെന്ത് ചെയ്യില്ല, അത് ഇല്ലാതാണില്ല. ഈ പിന്നെ ഡിസ്ചാർജ് ലാമ്പാകുമ്പോൾ അല്ലേ ഓണായി ഓഫായി ഇങ്ങനെ ഈ ഫ്ലൂറസെൻ്റ് ട്യൂബാകുമ്പോൾ ഓണായി ഓഫാക്കി നടക്കുന്നതുകൊണ്ട് സാധാരണ കണ്ടുകൊണ്ട് അല്ലേ സാധാരണ നമ്മളിങ്ങനെ നോക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല. പക്ഷേ മൂവിങ് ഒബ്ജക്റ്റ് കറങ്ങണ അല്ലേ മൂവിങ് ഒബ്ജക്റ്റ് നമ്മൾ നോക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ കണ്ണിന് കറക്റ്റായിട്ട് നമുക്ക് കാണൂല. എന്ന് പറഞ്ഞാൽ ഡിസ്കംഫേർട്ട്, അതെന്താണ് അതിൻ്റെ പ്രശ്നം കൊണ്ടുണ്ടാണ് നമ്മൾ പറയുന്നുണ്ട്. ആ ഡിസ്കംഫേർട്ടിൻ്റെ ഈ ഫിനോമിനെ പറയുന്ന പേരാണ് സ്ട്രോബോസ്കോപ്പിക് എഫക്റ്റ്. ഈ സ്ട്രോബോസ്കോപ്പിക് എഫക്റ്റ് കൊണ്ടുണ്ടാണ് പ്രശ്നം എന്താണ്, ഈ എഫക്റ്റ് മേക്സ് റിവോൾവിങ് വീൽ അപ്പിയർ ടു സ്റ്റാൻഡ് സ്റ്റിൽ. റിവോൾവിങ് കറങ്ങണ വീല് നമുക്ക് എന്തായിട്ട് തോന്നും, കറങ്ങാത്ത മാതിരി സ്റ്റാൻഡ് സ്റ്റില്ലായിട്ട് തോന്നും. അല്ലെങ്കിലോ സ്പീഡ് കുറഞ്ഞ് തിരിഞ്ഞ് കറങ്ങണമായിട്ട് തോന്നും, ബാക്കിലേക്ക് കറങ്ങണമായിരിക്കും. ചിലപ്പോൾ നമുക്ക് പിന്നെ ഫാന് അല്ലേ, ഫാൻ നോക്കിയാൽ അറിയാം എന്താണ്, ഫാൻ തിരിഞ്ഞ് ബാക്കിലേക്ക് കറങ്ങണമായിട്ട് തോന്നും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഫാസ്റ്റ് പൊസിഷൻ നമ്മൾ മുന്നിലേക്ക് കൂടുതലായിട്ട് തോന്നും എന്ന് പറഞ്ഞാൽ ഡിസ്കംഫേർട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇതതിനൊരു ഉദാഹരണമാണ്. നമ്മൾ ട്യൂബിൻ്റെ അടുത്ത് കൈ ഇങ്ങനെ ആക്കിയാൽ എന്ത് ചെയ്യും അല്ലേ, ആകെ 5 വിരലുള്ളൂ, ഇവിടെ എത്ര കാണുന്നുണ്ട്, ഒരു 10-15 അല്ലേ. അത് ഈ എന്താണ് ഈ സ്ട്രോബോസ്കോപ്പിക് എഫക്റ്റ് കൊണ്ടുണ്ടാണ്. അതുപോലെ തന്നെ കറങ്ങുമ്പോൾ സ്പീഡ് പിന്നെ നമ്മൾ കറങ്ങാത്തായിരിക്കും തോന്നുക. അല്ലെങ്കിൽ ഈ എന്താണ് നമ്മൾ ശരിക്കും കറങ്ങണ ക്ലോക്ക് വൈസ് ആണെങ്കിൽ നമുക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് ബാക്ക്വേർഡിലാണ് കറങ്ങണമെന്ന് തോന്നുക. സ്ലോയിൽ എന്ത് ചെയ്യും, ബാക്ക്വേർഡിലേക്ക് കറങ്ങണമായിട്ട് തോന്നും, അല്ലെങ്കിൽ സ്പീഡിൽ കറങ്ങണമായിട്ട് തോന്നുക. ഇതിനെയാണ് എന്ത് ചെയ്യുക, സ്ട്രോബോസ്കോപ്പിക് എഫക്റ്റ് എന്ന് പറയുക. ഇത് ഇല്ലാതാക്കാനും വേണ്ടി നമുക്ക് എന്താ ചെയ്യുക, ഇത് തടയുന്നതിന് വേണ്ടി ട്വിൻ ട്യൂബ് 2 ട്യൂബ് കണക്ട് ചെയ്യുക. എങ്ങനെ, പാരലായിട്ട് 2 ട്യൂബ് കണക്ട് ചെയ്യുക. ലാഗ് ലീഡ് സർക്യൂട്ടിൽ 2 ട്യൂബ് പാരലായിട്ട്. അതിനാണ് ഇൻഡസ്ട്രിയിലൊക്കെ നിങ്ങൾ പോയാൽ മുകളിലേക്ക് നോക്കിയാൽ ട്വിൻ ട്യൂബ് ആയിരിക്കും ഉണ്ടാകുക. 2 ട്യൂബ് ഒരേ ഇതിൽ തന്നെ 2 ട്യൂബ് കൊടുക്കും. ഈ 2 ട്യൂബ് കൊടുക്കുന്നത് സ്ട്രോബോസ്കോപ്പിക് എഫക്റ്റ് ഒഴിവാക്കാനാണ്. അവിടെ കൊടുക്കുന്നതാണ് ലാഗ് ലീഡ് സർക്യൂട്ടായിരിക്കും. എന്താണ് ഈ ലാഗ് ലീഡ് സർക്യൂട്ട്? ഇവിടെ നോക്കുക, നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്നത് എന്താണ്, ഇവിടെ നോക്കുക അല്ലേ, ബല്ലാസ്റ്റ് ഉണ്ട്, സ്റ്റാർട്ടർ ഉണ്ട്. ഇതാണ് നമ്മളൊരു അല്ലേ ബല്ലാസ്റ്റ് സ്റ്റാർട്ടർ, ഇതാണ് ഒരു ട്യൂബിൻ്റെ കണക്ഷൻ പറഞ്ഞത്. ഇവിടെ നോക്കുക, ബല്ലാസ്റ്റ് ഉണ്ട്, സ്റ്റാർട്ടർ ഉണ്ട്. അതിന് പുറമെ എന്തുണ്ട്, ഒരു കപ്പാസിറ്റർ സീരീസ് ആയിട്ട് കൊടുക്കുന്നത്. പാരലായിട്ട് കൊടുക്കുന്നത് എന്തിനാണ് നമ്മൾ പറഞ്ഞത്, പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യാനാണ്. പക്ഷേ ഇവിടെ സീരീസ് ആയിട്ടൊരു കപ്പാസിറ്റർ കൊടുത്തിട്ടുണ്ട്. ആ സീരീസ് ആയിട്ട് ഇതിന് കൊടുത്തിട്ടില്ല, 2 പാരലായിട്ട് കണക്ട് ചെയ്തു. ഇതിനെന്ത് ചെയ്തു,
ഒരു ട്യൂബിന് സീരീസ് ആയിട്ടൊരു കപ്പാസിറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ കപ്പാസിറ്റർ കണക്ട് ചെയ്ത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇത് എന്ത് ചെയ്യും, ഈ സമയത്ത് ലീഡ് ചെയ്യും. ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ലാഗിലായിരിക്കും, ഇത് ലീഡിലായിരിക്കും വർക്ക് ചെയ്യുക. അപ്പോൾ എന്താണ്, ഇത് രണ്ടും രണ്ട് സമയത്തായിരിക്കും എന്ത് ചെയ്യുക അല്ലേ, ഈ രണ്ട് ട്യൂബും രണ്ട് സമയത്തായിരിക്കും എന്ത് ചെയ്യുക, സീറോ പാസ് ചെയ്യുക. അപ്പോൾ എന്താണ്, ഒരു സമയത്ത് ഈ ട്യൂബ് വർക്ക് ചെയ്യുമ്പോൾ ഇത് ഓഫായിരിക്കും, ഈ ട്യൂബ് വർക്ക് ചെയ്യുമ്പോൾ ഇത് ഓഫായിരിക്കും. എന്ന് പറഞ്ഞാൽ രണ്ടും എന്താ ചെയ്യുക, ലാഗ് ലീഡ് സർക്യൂട്ടാക്കിയിട്ട് മാറ്റിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്ട്രോബോസ്കോപ്പിക് എഫക്റ്റ് ഒഴിവാക്കുന്നത്. സ്ട്രോബോസ്കോപ്പിക് എഫക്റ്റ് ഒഴിവാക്കാനും വേണ്ടി രണ്ട് ട്യൂബ് പാരലായിട്ട് കൊടുക്കുക, ഒരു ട്യൂബിന് സീരീസ് ആയിട്ട് എന്ത് ചെയ്യുക, ഒരു കപ്പാസിറ്റർ കൊടുക്കുക. അതാണ് ചെയ്യേണ്ടത്. ഇനി എന്താണ്, കോമ്പാക്റ്റ് ഫ്ലൂറസെൻറ്റ് CFL അല്ലേ, നമ്മൾ ട്യൂബ് കഴിഞ്ഞിട്ട് അടുത്ത ജനറേഷനിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നതായിരുന്നു CFL ലാമ്പുകൾ. നമ്മുടെ KSEB ഒക്കെ CFL ലാമ്പ് കൊടുക്കുന്ന ഒരു പരിപാടിയൊക്കെ കൊടുത്തു. പക്ഷേ ഇത് വളരെ അപകടമായിട്ടുള്ളൊരു സാധനം ആയതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഇതിനുള്ളിൽ എന്താണ്, മെർക്കുറിയാണ്. മെർക്കുറി എന്ന് പറഞ്ഞാൽ ടോക്സിക്കാണ്, നമ്മളെ എന്താണ് ആരോഗ്യത്തിന് ഹാനികരമായ സാധനമാണ്. നമ്മുടെ ഉള്ളിലേക്ക് ചെന്നാൽ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള വിഷബാധക അല്ലേ, വിഷമാണ് എന്നുള്ളതൊക്കെ പിന്നീടാണ് തിരിച്ചറിഞ്ഞത്. എന്താണ്, തിരിച്ചറിയായ്മല്ല, എന്താണ് പിന്നീടാണ് നമ്മൾ ഇപ്പോൾ LED ബൾബ് കണ്ടുപിടിച്ചപ്പോൾ അതൊക്കെ ഒഴിവാക്കി അല്ലേ. അപ്പോൾ എന്താണ് ഈ CFL ലാമ്പ്, CFL എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം ഓർക്കുക, ഫ്ലൂറസെൻ്റ് ലാമ്പ് തന്നെയാണ് അല്ലേ. ഫ്ലൂറസെൻ്റ് ട്യൂബ് എന്ന് പറഞ്ഞ സാധനത്തിൽ ഫ്ലൂറസെൻ്റ് ലാമ്പ് തന്നെയാണ്. എന്താണ്, കോമ്പാക്റ്റ്, വളരെ ചെറുത്, നമുക്ക് കൊണ്ടടക്കാൻ പറ്റിയ അല്ലേ, U ഷേപ്പിലൊക്കെ ആക്കിയിട്ട് അല്ലേ പിന്നെ മാറ്റിയതാണ്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് അല്ലേ, എന്തിനാണ് എന്തുകൊണ്ടാണ് ഇതിന് പോപ്പുലർ ആയത് അല്ലേ. എന്താണ്, ഒന്ന് ലോ പവർ കൺസംഷനാണ്, ലോ റണ്ണിങ് കോസ്റ്റ് ആണ്, ലോങ് ലൈഫ് ഉണ്ട്, പിന്നെ അട്രാക്റ്റീവ് ലുക്കാണ്, പിന്നെ സ്മൂത്ത് ലൈറ്റ്, അതിൻ്റെ ലോ മെയിൻ്റനൻസും കുറവാണ്. അതുകൊണ്ടാണ് CFL ഇത് തന്നെയാണ് സാധനം. CFL എന്ന് പറഞ്ഞാൽ കോമ്പാക്റ്റ് ഫ്ലൂറസെൻ്റ് ലാമ്പ് എന്നുള്ള മാറ്റമുള്ളൂ. ഇത് സാധാരണ എന്താണ്, ഇലക്ട്രോണിക് ബല്ലാസ്റ്റ് ആയിരിക്കും ഇതിൽ ഉപയോഗിക്കുക, ഇലക്ട്രോണിക് ചോക്കായിരിക്കും ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിന് മാറ്റം. അപ്പോൾ എന്താണ്, ഈ ലാമ്പ് അവൈലബിൾ ആയ സൈസ് വളരെ വ്യത്യസ്തമായ സൈസുകളും ഇതിലും അവൈലബിൾ ആണ്. എന്താണ്, സിംഗിൾ റോഡ്, ഡബിൾ റോഡ്, ട്രിപ്പിൾ റോഡ്, ഇല്ലേ സ്പൈറൽ റോഡ് ഒക്കെ അവൈലബിൾ. ഇത് ട്രിപ്പിൾ റോഡാണ്. അങ്ങനെ ഓരോന്നും അവൈലബിൾ ആണ്. പിന്നെ എന്താണ്, ഈ ലാമ്പ് 5, 7, 9, 11, 18, 24 വാട്ടിലൊക്കെ നമുക്ക് അവൈലബിൾ ആയിരുന്നു. ഇപ്പോൾ എന്താണ്, ഇത് മാറിയിട്ട് CFL ലാമ്പിൻ്റെ അഡ്വാൻറ്റേജ് ലോ എനർജി കൺസംഷനാണ്, ലോ മെയിൻ്റനൻസ് കോസ്റ്റ്. ഇത് സ്വിച്ച് എപ്പോൾ ഇട്ടോ ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്യും. ഇറ്റ് ഡസ് നോട്ട് ഹീറ്റ് ദ സറൗണ്ടിങ് ഹീറ്റ് എന്താണ്, ഇൻകാൻഡസ് ലാമ്പ് പോലെ ഹീറ്റ് പ്രശ്നമൊന്നുമില്ല. പിന്നെ എക്സലൻറ്റ് കളർ, സാധാ കളറായിരിക്കും, നാച്ചുറൽ കളറായിരിക്കും എൻ്റെ ലൈറ്റ്. പിന്നെ ലോ ഓപ്പറേറ്റിംഗ് കോസ്റ്റുമാണ്. അങ്ങനെയാണ്. പിന്നെ മോർ ലൈഫും കൂടുതലുണ്ട്. ഒന്ന് നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ എന്താണ്, ഒന്ന് ഡിസ്ചാർജ് ലാമ്പിൻ്റെ പ്രിൻസിപ്പിൾ നമ്മൾ ചർച്ച ചെയ്തു. അത് എപ്പോഴും ആവശ്യമുള്ളതാണ്. എന്താണ്, സാധാരണയിലൊരു ഗ്യാസിലൂടെ നമുക്ക് കറണ്ട് കടത്തിവിടാൻ പറ്റൂല. എന്താണ്, അതിലൊരു തുടക്കത്തിലൊരു ഹൈ വോൾട്ടേജ് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ അതിലൂടെ ഡിസ്ചാർജ് തുടങ്ങും. ഡിസ്ചാർജ് തുടങ്ങിയാൽ എന്താണ്, അയണൈസേഷൻ തുടങ്ങിയാൽ എന്ത് ചെയ്യണം, പിന്നെ അതിൻ്റെ റെസിസ്റ്റൻസ് കുറയുമ്പോൾ അത് കറണ്ട് ലിമിറ്റ് ചെയ്യാനുള്ള അതിനാണ് നമ്മൾ ചോക്ക് കൊടുക്കുന്നത്. ഈ രണ്ട് ഫംഗ്ഷനുമാണ് ചോക്ക് കൊടുക്കുന്നത്. പിന്നെ എന്താണ്, ഇതിൻ്റെ സഹായിക്കാൻ ഹൈ വോൾട്ടേജ് ഉണ്ടാക്കാൻ സഹായിക്കാനും വേണ്ടിയാണ് സ്റ്റാർട്ടർ കൊടുക്കുന്നത് എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പോൾ ഫ്ലൂറസെൻ്റ് ട്യൂബിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്തു. പിന്നെ എന്താണ്, ഓരോ കമ്പൗണ്ടും എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്തു. പിന്നെ CFL ലാമ്പും നമ്മൾ ചർച്ച ചെയ്തു. ഇന്നത്തെ ക്ലാസ് എല്ലാവരും കണ്ട് മനസ്സിലാക്കി പഠിക്കുക. അടുത്ത ലെസൺ സോഡിയം വേപ്പർ ലാമ്പാണ്. നമ്മൾ ഡിസ്ചാർജ് ലാമ്പിലെ പിന്നെ സോഡിയം വേപ്പർ ലാമ്പാണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ ക്ലാസ് കണ്ട് മനസ്സിലാക്കി പഠിക്കുക. എല്ലാവർക്കും നന്ദി.